നമസ്കാരം, ക്ലാസ് റൂമിൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. 7ാം ക്ലാസ്സിലെ ബേസിക് സയൻസിൻ്റെ ഒന്നാമത്തെ യൂണിറ്റായ ടുവാർഡ്സ് എ 100-fold yield എന്ന് പറയുന്ന യൂണിറ്റിലെ ക്വസ്റ്റ്യൻ ആൻഡ് ആൻസേഴ്സ് അപ് ടു ഗ്രാഫ്റ്റിംഗ് എന്ന് പറയുന്ന ആ പോർഷൻ വരെയുള്ള കംപ്ലീറ്റ് നോട്ട്സും നമ്മൾ ഈ വീഡിയോയിൽ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. അത്രയും പോർഷനിൽ വരാവുന്ന എല്ലാ ക്വസ്റ്റ്യൻസും നമ്മൾ ഈ വീഡിയോയിൽ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. അടുത്ത പാർട്ട് നമ്മൾ ഉടനെ തന്നെ അപ്ലോഡ് ചെയ്യുന്നതാണ്. അപ്പോൾ ഈ വീഡിയോ കണ്ട് നിങ്ങൾക്ക് അത് ഉപയോഗപ്രദമാവുകയാണെങ്കിൽ കൂട്ടുകാർക്കൊന്ന് ഷെയർ ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു. വാട്ട് ആർ ദ ഗോൾസ് വൈൽ കൾട്ടിവേറ്റിംഗ് ഫ്രൂട്ട്സ്, വെജിറ്റബിൾസ് ആൻഡ് സെറിയൽസ്? ഫ്രൂട്ട്സും വെജിറ്റബിൾസും സെറിയൽസ് എന്ന് വെച്ചാൽ ധാന്യങ്ങൾ. അപ്പോൾ ഇതൊക്കെ കൾട്ടിവേറ്റ് ചെയ്യുമ്പോൾ, ഇതൊക്കെ കൃഷി ചെയ്യുമ്പോൾ എന്ത് ലക്ഷ്യമാണ് നമ്മൾ മുന്നിൽ കാണുന്നത്? എന്ത് ലക്ഷ്യത്തിന് വേണ്ടിയിട്ടാണ് ഇവയൊക്കെ നമ്മൾ കൾട്ടിവേറ്റ് ചെയ്യുന്നത്? ഇതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. ഒന്നാമത്തത് ഷുഡ് ഈൽഡ് ക്വിക്ക്ലി എന്ന് വെച്ചാൽ വേഗം നമുക്ക് ഈൽഡ് ഉണ്ടാവണം, അതിൻ്റെ ഫലം ഉണ്ടാവണം. അതായത് വെജിറ്റബിൾസ് ആണെങ്കിൽ വെജിറ്റബിൾസ് വേഗം കിട്ടണം, സെറിയൽസ് ധാന്യങ്ങളാണെങ്കിൽ ധാന്യങ്ങൾ കിട്ടണം, ഫ്രൂട്ട്സ് ആണെങ്കിൽ ഫ്രൂട്ട്സ് പെട്ടെന്ന് കിട്ടണം. അടുത്തത് മസ്റ്റ് ഈൽഡ് പ്ലെൻറ്റി, നല്ല രീതിയിൽ നമുക്ക് വിളവ് ലഭിക്കണം, വിളവ് നന്നായിട്ട് നമുക്ക് ലഭിക്കണം. ഈൽഡ് എന്ന് വെച്ചാൽ വിളവ് എങ്ങനെ? പ്ലെൻറ്റി എന്ന് വെച്ചാൽ ധാരാളം, നന്നായിട്ട് അല്ലേ, വളരെയധികം വിളവ് ലഭിക്കണം. അടുത്തത് ഈൽഡ് ഷുഡ് ഹാവ് ഗുഡ് ക്വാളിറ്റി, ഈ കിട്ടുന്ന ഈൽഡിന്, വിളവിന് നല്ല ക്വാളിറ്റി ഉണ്ടാവണം, നല്ല ഗുണമുണ്ടാകണം അല്ലേ, അല്ലെങ്കിൽ നല്ല നിലവാരമുള്ള നല്ല ഗുണമുള്ള ഈൽഡായിരിക്കണം, അല്ലെങ്കിൽ വിളവായിരിക്കണം നമുക്ക് കിട്ടേണ്ടത്. അടുത്ത ക്വസ്റ്റ്യൻ, വാട്ട് തിങ്സ് ആർ ടു ബി ടേക്കൺ കെയർ ഓഫ് ടു അച്ചീവ് ദിസ്? നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ, നമ്മൾ നേരത്തെ ആ ഫസ്റ്റ് ക്വസ്റ്റ്യനിൽ പറഞ്ഞ കാര്യങ്ങളൊക്കെ അച്ചീവ് ചെയ്യാൻ വേണ്ടി, അതായത് നല്ല വിളവ് ലഭിക്കണം, വേഗം നമുക്ക് വിളവ് കിട്ടണം, ആ വിളവിന് നല്ല ഗുണമുണ്ടാകണം, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്? ഒന്നാമത്തത് ഗുഡ് സീഡ്സ് ഓർ പ്ലാന്റിംഗ് മെറ്റീരിയൽസ് ഷുഡ് ബി യൂസ്ഡ്. നല്ല സീഡ്, ഗുഡ് സീഡ്സ്, നല്ല സീഡോ പ്ലാന്റിംഗ് മെറ്റീരിയൽ എന്ന് വെച്ചാൽ നമുക്ക് നടീൽ വസ്തു എന്ന് പറയും. അല്ലെങ്കിൽ നമുക്ക് ഇപ്പോൾ ചില ചെടികളുടെ തണ്ട് മുറിച്ച് നട്ടായിരിക്കും പുതിയ ചെടികൾ ഉണ്ടാക്കുന്നത്. അപ്പോൾ ആ തണ്ട് ഒരു പ്ലാന്റിംഗ് മെറ്റീരിയൽ ആണെന്ന് പറയാം. അപ്പോൾ ഗുഡ് സീഡ്സ്, നല്ല സീഡ് ഉണ്ടായിരിക്കണം, അല്ലെങ്കിൽ ഗുഡ് പ്ലാന്റിംഗ് മെറ്റീരിയൽസ്, അല്ലെങ്കിൽ നല്ല നടീൽ വസ്തു, അല്ലെങ്കിൽ നല്ല പ്ലാന്റിംഗ് മെറ്റീരിയൽസ് ഷുഡ് ബി യൂസ്ഡ്, നമ്മൾ യൂസ് ചെയ്യണം, തീർച്ചയായിട്ടും യൂസ് ചെയ്യണം. അത് ഒന്നാമത്തെ കാര്യം. ഇനി രണ്ടാമത്തെ കാര്യം പ്രോപ്പർ ഇറിഗേഷൻ. എന്താണ് ഇറിഗേഷൻ എന്ന് പറഞ്ഞാൽ? ജലസേചനം അല്ലേ, നന്നായിട്ട് നമുക്ക് വെള്ളമൊക്കെ നനച്ചു കൊടുക്കണം. അടുത്തത് പ്രോപ്പർ മാന്യൂറിങ്. എന്താ മാന്യൂറിങ്? വളം കറക്റ്റായിട്ട് പ്രോപ്പറായിട്ടുള്ള മാന്യൂറിങ് വേണം, അതായത് വളമൊക്കെ കറക്റ്റായിട്ട് ഇട്ട് കൊടുക്കണം. അടുത്തത് ഫെർട്ടൈൽ സോയിൽ, നല്ല ഫലഭൂയിഷ്ടിയുള്ള മണ്ണായിരിക്കണം, ഫെർട്ടൈലായിട്ടുള്ള സോയിലായിരിക്കണം അല്ലേ, ഫലഭൂയിഷ്ടിയുള്ള മണ്ണായിരിക്കണം. അടുത്തത് ടു കൺട്രോൾ പെസ്റ്റ് ആൻഡ് വീഡ്സ്. പെസ്റ്റിനെയും വീഡ്സിനെയൊക്കെ കൺട്രോൾ ചെയ്യണം. പെസ്റ്റ് എന്ന് വെച്ചാൽ കീടങ്ങളെ, വീഡ്സ് എന്ന് വെച്ചാൽ കളകൾ. അപ്പോൾ കീടങ്ങളെയും കളകളെയൊക്കെ, പെസ്റ്റിനെയും വീഡ്സിനെയും കൺട്രോൾ ചെയ്യണം. അടുത്ത ക്വസ്റ്റ്യൻ, വാട്ട് ഫാക്ടേഴ്സ് ഷുഡ് ബി കൺസിഡേർഡ് വൈൽ സെലക്ടിങ് ദ ബെസ്റ്റ് സീഡ്സ്? നല്ല സീഡ് തിരഞ്ഞെടുക്കുമ്പോൾ ഏതൊക്കെ ഘടകങ്ങളെയാണ് നമ്മൾ കൺസിഡർ ചെയ്യേണ്ടത്? അപ്പോൾ ഇവിടെ താഴെ ഒരു ബോക്സ് കൊടുത്തിട്ടുണ്ട്. ഇത് നമ്മുടെ ടെക്സ്റ്റിലുള്ള ബോക്സാണ്. അപ്പോൾ ഇതിൻ്റെ അകത്ത് നമ്മൾ ഏതൊക്കെ ഫാക്ടേഴ്സിനെയാണ് കൺസിഡർ ചെയ്യുന്നത് വെച്ചാൽ അതിനൊക്കെ ടിക്ക് കൊടുക്കണം. അപ്പോൾ നമുക്കത് ചെയ്യാം. നിങ്ങൾ എന്നിട്ട് എക്സാമിന് അഥവാ ഈ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കുകയാണെങ്കിൽ അത് സെൻറ്റൻസ് ആക്കി എഴുതേണ്ടതാണ്. ഫസ്റ്റ് ടേബിളിൽ എന്താ എഴുതിയേക്കണേ? പ്ലാൻ സെലക്റ്റഡ് ഫോർ സീഡ് കളക്ഷൻ. നമ്മൾ സീഡ് എടുക്കാൻ വേണ്ടിയിട്ട് സെലക്ട് ചെയ്യുന്ന പ്ലാന്റ് എങ്ങനെയുള്ളതായിരിക്കണം എന്നതാണ് ഒന്നാമത്തെ ബോക്സിൽ പറഞ്ഞിട്ടുള്ളത്. പ്ലാൻ സെലക്റ്റഡ് ഫോർ സീഡ് കളക്ഷൻ. സീഡ് കളക്ഷന് വേണ്ടി നമ്മൾ എടുക്കുന്ന പ്ലാന്റ് എങ്ങനെയുള്ളതായിരിക്കണം? ഒന്നാമത്തത് ഹൈ ഈൽഡിങ്, നല്ല വിളവ് തരുന്നത്. ഈൽഡിങ് എന്ന് വെച്ചാൽ വിളവ് തരുന്നത്. ഹൈ ഈൽഡിങ് എന്ന് വെച്ചാൽ നല്ല വിളവ് തരുന്നത്. രണ്ടാമത്തത് ഹെൽത്തി പ്ലാന്റ്, നല്ല ആരോഗ്യമുള്ള ചെടി. അപ്പോൾ രണ്ട് കാര്യങ്ങളാണ് പ്ലാന്റിൻ്റെ കാര്യത്തിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. എന്താണ്? ഹൈ ഈൽഡിങ് ആയിട്ടുള്ള പ്ലാന്റ് ആയിരിക്കണം. സീഡ് കളക്ട് ചെയ്യാൻ വേണ്ടി നമ്മൾ എടുക്കുന്നത് ഹൈ ഈൽഡിങ് ആയിട്ടുള്ള പ്ലാന്റ് ആയിരിക്കണം, പിന്നെ ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് ആയിരിക്കണം, നല്ല ആരോഗ്യമുള്ള ചെടിയായിരിക്കണം. ഇനി ഈ രണ്ട് കാര്യങ്ങളാണ് നമ്മൾ അവിടെ ശ്രദ്ധിക്കേണ്ടത്. ഇനി അടുത്ത ബോക്സിൽ പറഞ്ഞിട്ടുള്ളത് എന്താണ്? ഫ്രൂട്ട് സെലക്റ്റഡ് ഫോർ സീഡ് കളക്ഷൻ. നമ്മൾ ഏത് ഫ്രൂട്ടാണ് സീഡ് കളക്ഷന് വേണ്ടിയിട്ട് എടുക്കേണ്ടത്? അപ്പോൾ ആ ഫ്രൂട്ട് എങ്ങനെയുള്ളതായിരിക്കണമെന്നാണ് അടുത്ത് നമ്മൾ പറയാൻ പോകുന്നത്. അപ്പോൾ ഒന്നാമത്തെ പോയിന്റ് ഇതാണ്, ഫ്രൂട്ട്സ് ഫോംഡ് അറ്റ് ദ മിഡിൽ ഓഫ് പ്ലാന്റ്സ് ലൈഫ് സ്പാൻ. ഈ പ്ലാന്റിൻ്റെ ലൈഫ് സ്പാൻ്റെ, അതായത് ആ ചെടിയുടെ ജീവിതകാലത്തിൻ്റെ മധ്യഭാഗത്തുണ്ടായ ഫ്രൂട്ടായിരിക്കണം. അതായത് ഒരു ചെടി ഇപ്പോൾ ഒരു 4 വർഷം അതിന് ആയുസ്സുണ്ടെങ്കിൽ അതിൻ്റെ 2ാമത്തെ വർഷം ഉണ്ടാകുന്ന ഫ്രൂട്ടായിരിക്കണം നമ്മൾ എടുക്കേണ്ടത് സീഡിന് വേണ്ടിയിട്ട്. മനസ്സിലായല്ലോ? അപ്പോൾ എന്താണ്? ഫ്രൂട്ട്സ്
ഫോംഡ്, ഫ്രൂട്ട്സ് ഫോം ചെയ്യുന്നത് എപ്പോൾ? അറ്റ് ദ മിഡിൽ ഓഫ് ദി പ്ലാന്റ്സ് ലൈഫ് സ്പാൻ, പ്ലാന്റിൻ്റെ ജീവിതകാലത്തിൻ്റെ മധ്യഭാഗത്ത്, മിഡിൽ ഓഫ് ദി ലൈഫ് സ്പാൻ, അതായത് ലൈഫ് സ്പാൻ എന്ന് വെച്ചാൽ ജീവിത കാലഘട്ടം, അല്ലെങ്കിൽ പ്ലാന്റിൻ്റെ ആയുസിൻ്റെ മിഡിൽ എന്ന് വെച്ചാൽ മധ്യകാലത്തുണ്ടായ ഫ്രൂട്ട് വേണം നമ്മൾ സീഡിന് വേണ്ടി സെലക്ട് ചെയ്യാനുള്ളത്. അടുത്ത പോയിന്റ്, ഫുള്ളി റൈപ്പൻഡ്, നല്ല പാകമായ ഫ്രൂട്ട് വേണം നമ്മൾ എടുക്കാനുള്ളത്. അതായത് നല്ല വിളഞ്ഞ ഫ്രൂട്ട് അല്ലെങ്കിൽ മൂപ്പെത്തിയ ഫ്രൂട്ട് വേണം നമ്മൾ സെലക്ട് ചെയ്യാനുള്ളതാണ് ഫുള്ളി റൈപ്പൻഡ്. ഇപ്പോൾ ഫ്രൂട്ടിൻ്റെ കാര്യം നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. സീഡിന് വേണ്ടിയിട്ട് ഏതൊക്കെ ഫ്രൂട്ടാണ് നമ്മൾ സെലക്ട് ചെയ്യാനുള്ളതെന്ന്. അടുത്തത് സീഡ് സെലക്റ്റഡ്. നമ്മൾ സെലക്ട് ചെയ്യുന്ന സീഡ് എങ്ങനെയുള്ളതായിരിക്കണം എന്നുള്ളതാണ് അടുത്ത പോയിന്റ്സ്. ഒന്നാമത്തത് ഹൗ ഡെഫിനിറ്റ് ഷേപ്പ്. ആ സീഡിന് നല്ല ഡെഫിനിറ്റ് ആയിട്ടുള്ള ഷേപ്പ് ഉണ്ടായിരിക്കണം. അതായത് ഓരോ സീഡിനും ഓരോ ഷേപ്പാണല്ലോ. അപ്പോൾ കറക്റ്റ് സീഡിൻ്റെ ഷേപ്പ് എന്താണോ, നോർമലി ഉള്ള ഷേപ്പ് എന്താണോ ആ ഒരു ഷേപ്പ് കറക്റ്റായിട്ടുണ്ടായിരിക്കണം. അതാണ് ഡെഫിനിറ്റ് ഷേപ്പ് ഉണ്ടായിരിക്കണം. ദെൻ ഹൗ നോർമൽ വെയിറ്റ്. നോർമലായിട്ട് ഒരു സീഡിന് ഉണ്ടായിരിക്കേണ്ട വെയിറ്റ് എത്രയാണോ അതുണ്ടായിരിക്കണം. അടുത്ത പോയിന്റ്, നോർമൽ സൈസ്. ആ സീഡിൻ്റെ സൈസ് കറക്റ്റ് ആയിരിക്കണം. നോർമലായിട്ടുള്ള സൈസ് എങ്ങനെയാണോ ആ കറക്റ്റായിട്ടുള്ള സൈസ് ഉണ്ടായിരിക്കണം. അപ്പോൾ ഇങ്ങനെയുള്ള സീഡ്സിനെയാണ് നമ്മൾ സെലക്ട് ചെയ്യേണ്ടത്. ഓക്കെ. അപ്പോൾ ഇവിടെ നമ്മൾ പോയിന്റ് ആയിട്ട് എഴുതുമ്പോൾ, ഇങ്ങനെയുള്ള ബോക്സ് അല്ല, പോയിന്റ് ആയിട്ട് എഴുതുമ്പോൾ എന്ത് ചെയ്യണം? വാട്ട് ആർ ദ ഫാക്ടേഴ്സ് ഷുഡ് ബി കൺസിഡർഡ് വൈൽ സെലക്ടിങ് ദ ബെസ്റ്റ് സീഡ്. ബെസ്റ്റ് സീഡ് സെലക്ട് ചെയ്യുമ്പോൾ എന്തൊക്കെ ഫാക്ടേഴ്സ് നമ്മൾ കൺസിഡർ ചെയ്യണം? അപ്പോൾ 1 നമ്പർ ഇട്ടിട്ട് പ്ലാന്റ്സ് സെലക്റ്റഡ് ഫോർ സീഡ് കളക്ഷൻ, അങ്ങനെ ഒരു ഹെഡിങ് കൊടുക്കുക. പ്ലാന്റ് സെലക്റ്റഡ് ഫോർ സീഡ് കളക്ഷൻ. എന്നിട്ട് അതിൻ്റെ താഴെ എന്താ എഴുതേണ്ടത്? ഹൈ ഈൽഡിങ്. രണ്ടാമത്തെ പോയിന്റ്, ഹെൽത്തി പ്ലാന്റ്. ഇനി അടുത്തത് ഫ്രൂട്ട് സെലക്റ്റഡ് ഫോർ സീഡ് കളക്ഷൻ, അണ്ടർലൈൻ ചെയ്യാം. അതിൻ്റെ താഴെ എഴുതേണ്ടത് ഫ്രൂട്ട്സ് ഫോംഡ് അറ്റ് ദ മിഡിൽ ഓഫ് ദി പ്ലാന്റ്സ് ലൈഫ് സ്പാൻ, പ്ലാന്റിൻ്റെ ലൈഫ് സ്പാൻ്റെ മിഡിൽ സമയത്ത്. പിന്നെ ഫുള്ളി റൈപ്പൻഡ് ഇങ്ങനെ എഴുതാം. ഇനി അടുത്ത സീഡ്സ് സെലക്റ്റഡ്, നമ്മൾ സെലക്ട് ചെയ്യുന്ന സീഡ് എങ്ങനെയുള്ളതായിരിക്കണം എന്നുള്ളത്. എന്നിട്ട് അണ്ടർലൈൻ ചെയ്യുക. താഴെ എഴുതുക ഹൗ ഡെഫിനിറ്റ് ഷേപ്പ്, അടുത്ത പോയിന്റ് ഹൗ നോർമൽ വെയിറ്റ്, അടുത്ത പോയിന്റ് നോർമൽ സൈസ്. അപ്പോൾ ഇങ്ങനെയാണ് എഴുതേണ്ടത്. ഓക്കെ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയോ. ഫ്രം വിച്ച് പാർട്സ് ഓഫ് ദി ഫോളോയിങ് പ്ലാന്റ്സ് ഡു സാപ്ലിങ്സ് ഫോം. അതായത് താഴെ നമ്മൾ കുറച്ച് പ്ലാന്റ്സിൻ്റെ പേര് പറഞ്ഞിട്ടുണ്ട്. ഈ പ്ലാന്റ്സിൽ എവിടെ നിന്നാണ് പുതിയ തൈച്ചെടികൾ ഉണ്ടാകുന്നതെന്ന്. സാപ്ലിങ്സ് എന്ന് വെച്ചാൽ തൈച്ചെടി എന്നാണ് അതിൻ്റെ മീനിങ്. ഒന്നാമത്തത് കറി ലീഫ് പ്ലാന്റ്, നമ്മുടെ കറിവേപ്പിലയിൽ റൂട്ടിൽ നിന്നാണ് പുതിയ തൈച്ചെടി ഉണ്ടാകുന്നത്. അപ്പോൾ കറി ലീഫ് പ്ലാന്റ് കറിവേപ്പിലയിൽ എവിടെ നിന്നാണ്? റൂട്ട്, വേരിൽ നിന്ന്. അടുത്തത് ജിഞ്ചർ പ്ലാന്റ് എന്ന് പറയുന്നത് അണ്ടർഗ്രൗണ്ട് സ്റ്റെം എന്ന് പറയും. അതായത് ഭൂകാണ്ഡം, അണ്ടർഗ്രൗണ്ട് സ്റ്റെമ്മിൽ നിന്നാണ് പുതിയ തൈച്ചെടികൾ ഉണ്ടാകുന്നത്. ജിഞ്ചർ പ്ലാന്റ് എന്ന് വെച്ചാൽ നമ്മുടെ ഇഞ്ചിയിൽ അണ്ടർഗ്രൗണ്ട് സ്റ്റെമ്പ്, അതായത് ഭൂകാണ്ഡം. അടുത്തത് ബ്രയോഫിലം എന്ന് വെച്ചാൽ ഇലമുളച്ചി, നിങ്ങൾ കണ്ടിട്ടുണ്ടാവുമായിരിക്കും. ആ ഇലയിൽ നിന്ന് പുതിയ തൈച്ചെടികൾ ഉണ്ടാവും. അപ്പോൾ ഫ്രം ദ ലീഫിൽ നിന്നാണ് ബ്രയോഫിലത്തിൽ പുതിയ തൈച്ചെടികൾ ഉണ്ടാകുന്നത്. അടുത്തത് പെപ്പർ പ്ലാന്റ് അറിയാലോ, നമ്മുടെ കുരുമുളകിൽ പുതിയ തൈച്ചെടി ഉണ്ടാകുന്നത് സ്റ്റെമ്മിൽ നിന്നാണ്. ഏതിൽ നിന്നാണ്? സ്റ്റെം എന്ന് വെച്ചാൽ കാണ്ഡത്തിൽ നിന്നാണ് പുതിയ തൈച്ചെടി ഉണ്ടാകുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, വാട്ട് വാസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ വെജിറ്റേറ്റീവ് പ്രൊപ്പഗേഷൻ ആൻഡ് സെക്ഷുവൽ റീപ്രൊഡക്ഷൻ? റൈറ്റ് എക്സാമ്പിൾസ് ഫോർ ഈച്ച്. വെജിറ്റേറ്റീവ് പ്രൊപ്പഗേഷനും സെക്ഷുവൽ റീപ്രൊഡക്ഷനും തമ്മിലുള്ള ഡിഫറൻസ് എന്താണ്? അതിന് എക്സാമ്പിൾ എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. വെജിറ്റേറ്റീവ് പ്രൊപ്പഗേഷൻ എന്ന് വെച്ചാൽ കായിക പ്രജനനം, അതിൻ്റെ മലയാളം കായിക പ്രജനനം. സെക്ഷൽ റീപ്രൊഡക്ഷൻ എന്ന് വെച്ചാൽ ലൈംഗിക പ്രത്യുൽപാദനം. അപ്പോൾ ഇവ തമ്മിലുള്ള വ്യത്യാസം നമുക്ക് നോക്കാം. ദ പ്രോസസ് ഓഫ് പ്രൊഡക്ഷൻ ഓഫ് ന്യൂ സാപ്ലിങ്സ് ഫ്രം ദ വെജിറ്റേറ്റീവ് പാർട്സ് ഓഫ് പ്ലാന്റ്സ് ലൈക്ക് റൂട്ട്, സ്റ്റെം, ലീഫ് ആൻഡ് അണ്ടർഗ്രൗണ്ട് സ്റ്റെം ഈസ് കാൾഡ് വെജിറ്റേറ്റീവ് പ്രൊപ്പഗേഷൻ. അതായത് പ്രൊഡക്ഷൻ ഓഫ് ന്യൂ സാപ്ലിങ്സ്, പുതിയ തൈച്ചെടികൾ പ്രൊഡ്യൂസ് ചെയ്യുന്നത് ഫ്രം ദ വെജിറ്റേറ്റീവ് പാർട്സ് എന്ന് വെച്ചാൽ കായിക ഭാഗങ്ങളിൽ നിന്നും. അപ്പോൾ എന്താണ് ഈ കായിക ഭാഗങ്ങൾ? വെജിറ്റേറ്റീവ് പാർട്സ് അല്ലെങ്കിൽ കായിക ഭാഗങ്ങൾ എന്ന് പറഞ്ഞാൽ പാർട്സ് ഓഫ് ദി പ്ലാന്റ്സ് ലൈക്ക്, പ്ലാന്റിൻ്റെ വെജിറ്റേറ്റീവ് പാർട്സ് എന്ന് പറയുന്നത് റൂട്ട്, സ്റ്റെം, ലീഫ് ആൻഡ് അണ്ടർഗ്രൗണ്ട് സ്റ്റെം. ഇതൊക്കെയാണ്. റൂട്ട് വേര്, പിന്നെ സ്റ്റെം കാണ്ഡം, പിന്നെ ലീഫ്, പിന്നെ അണ്ടർഗ്രൗണ്ട് സ്റ്റെം. ലീഫ് എന്ന് വെച്ചാൽ ഇല, അണ്ടർഗ്രൗണ്ട് സ്റ്റെം എന്ന് വെച്ചാൽ ഭൂകാണ്ഡം. അപ്പോൾ വെജിറ്റേറ്റീവ് പാർട്സിൽ നിന്ന് പുതിയ പ്ലാന്റിനെ നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യുന്ന ആ ഒരു പ്രോസസ്സാണ് വെജിറ്റേറ്റീവ് പ്രൊപ്പഗേഷൻ എന്ന് പറയുന്നത്. മനസ്സിലായല്ലോ? അതിൻ്റെ എക്സാമ്പിൾ ഫ്രം റൂട്ടിൽ നിന്ന് നമ്മൾ പുതിയ തൈച്ചെടി ഉണ്ടാക്കുന്നതിന് എക്സാമ്പിൾസ് ആണ് കറി ലീവ്സ്, കറിവേപ്പില, നീം എന്ന് വെച്ചാൽ നമ്മുടെ വേപ്പ്, ബ്രെഡ് ഫ്രൂട്ട് എന്ന് വെച്ചാൽ നമ്മുടെ ശീമപ്ലാവ്. ഇതൊക്കെയാണ് റൂട്ടിൽ നിന്ന് പുതിയ സാപ്ലിങ്സ് ഉണ്ടാക്കിയെടുക്കുന്നത്.
ഇത് വെജിറ്റേറ്റീവ് പ്രൊപ്പഗേഷൻ എക്സാമ്പിൾ ആയിട്ടുള്ള പ്ലാന്റ്സ് ആണ്. ഇനി അടുത്തത് ഫ്രം സ്റ്റെമ്മിൽ നിന്ന് പുതിയ തൈച്ചെടികളെ ഉൽപ്പാദിപ്പിക്കുന്നത് ഏതൊക്കെയാണ്? ഹിബിസ്കസ് അറിയാലോ, ചെമ്പരത്തി, റോസ് നമ്മുടെ റോസ, പിന്നെ ഷുഗർ കെയിൻ കരിമ്പ്. അപ്പോൾ ഇതൊക്കെ എങ്ങനെയാണ് പുതിയ തൈച്ചെടികളെ? ഫ്രം ദ സ്റ്റെമ്മിൽ നിന്നാണ് പുതിയ തൈച്ചെടികളെ ഉൽപ്പാദിപ്പിക്കുന്നത്. ഇനി അടുത്തത് ഫ്രം ലീഫിൽ നിന്ന് അല്ലേ, അതായത് നമ്മുടെ ഇലയിൽ നിന്ന് പുതിയ തൈച്ചെടികൾ ബ്രയോഫിലം, നിലപ്പന, ബെഗോണിയ. ബ്രയോഫിലം എന്ന് വെച്ചാൽ ഇലമുളച്ചി എന്ന് പറയുന്നത്. പിന്നെ നിലപ്പന, പിന്നെ ബെഗോണിയ, BEGONIA, ബെഗോണിയ. അപ്പോൾ ഇങ്ങനെ 3 ചെടികളാണ് ലീഫിൽ നിന്ന് പുതിയ സാപ്ലിങ്സിനെ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഇനി നമ്മുടെ അണ്ടർഗ്രൗണ്ട് സ്റ്റെമ്മിൽ നിന്ന് ഏതാണ് എക്സാമ്പിൾ? ജിഞ്ചർ. ഫ്രം അണ്ടർഗ്രൗണ്ട് സ്റ്റെം ആണെങ്കിൽ എക്സാമ്പിൾ ജിഞ്ചർ അല്ലേ. അടുത്ത നമുക്ക് സെക്ഷുവൽ റീപ്രൊഡക്ഷൻ എന്താണെന്ന് നോക്കാം. സീഡ്സ് ആർ ഫോംഡ് ത്രൂ സെക്ഷുവൽ റീപ്രൊഡക്ഷൻ. അപ്പോൾ സെക്ഷുവൽ റീപ്രൊഡക്ഷനിൽ സീഡ്സ് ഒക്കെ ഫോം ചെയ്യുന്നു. ഏതിൽ? സെക്ഷുവൽ റീപ്രൊഡക്ഷൻ വഴി സീഡ്സ് ഫോം ചെയ്യുന്നു. ആൻഡ് ഹിയർ സീഡ്ലിങ്സ് എന്ന് വെച്ചാൽ തൈച്ചെടികൾ എന്നുള്ള അർത്ഥമാണ് കേട്ടോ. ആർ ജെർമിനേറ്റഡ് ഫ്രം സീഡ്സ്. ഈ സീഡിൽ നിന്ന് തൈച്ചെടികൾ ജെർമിനേറ്റ് ചെയ്യുന്നു, തൈച്ചെടികൾ ഉണ്ടാകുന്നു. എന്താണ് സെക്ഷുവൽ റീപ്രൊഡക്ഷൻ എന്ന് പറഞ്ഞത്. ഇനി സെക്ഷുവൽ റീപ്രൊഡക്ഷനിലൂടെ തൈച്ചെടികൾ ഉൽപ്പാദിപ്പിക്കുന്ന പ്ലാന്റ്സിന് എക്സാമ്പിൾസ് ആണ് പാഡി, ജാക്ക് ഫ്രൂട്ട്, ബിറ്റർ ഗോഡ്, കാഷ്യൂ ട്രീ, സ്നേക്ക് ഗോഡ് എക്സെട്ര. പാഡി നമ്മുടെ നെല്ല്, പിന്നെ ജാക്ക് ഫ്രൂട്ട് അറിയാലോ, പ്ലാവ്, ചക്ക, പിന്നെ ബിറ്റർ ഗോഡ് പാവയ്ക്ക, കാഷ്യൂ ട്രീ കശുമാവ്, സ്നേക്ക് ഗോഡ് നമ്മുടെ പടവലിങ്ങ. ഇതൊക്കെ വിത്തിട്ട് അതിൽ നിന്ന് പുതിയ തൈച്ചെടികൾ ഉണ്ടാവുകയല്ലേ ചെയ്യുന്നത്. വിത്ത് മുളപ്പിച്ച് പുതിയ തൈച്ചെടികൾ ഉണ്ടാകുന്നു. അപ്പോൾ അതുകൊണ്ട് ഇതൊക്കെ സെക്ഷുവൽ റീപ്രൊഡക്ഷനിലൂടെ പുതിയ തൈച്ചെടികൾ ഉൽപ്പാദിപ്പിക്കുന്ന സസ്യങ്ങൾക്ക് ഉദാഹരണമാണ്. അടുത്ത ക്വസ്റ്റ്യൻ, റൈറ്റ് സം എക്സാമ്പിൾസ് ഫോർ പ്ലാന്റ്സ് വിച്ച് റീപ്രൊഡ്യൂസ് ത്രൂ സെക്ഷുവൽ റീപ്രൊഡക്ഷൻ ആൻഡ് വെജിറ്റേറ്റീവ് പ്രൊപ്പഗേഷൻ. അതായത് സെക്ഷുവൽ റീപ്രൊഡക്ഷനിലൂടെയും വെജിറ്റേറ്റീവ് പ്രൊപ്പഗേഷനിലൂടെയും തൈച്ചെടികൾ ഉൽപ്പാദിപ്പിക്കുന്ന പ്ലാന്റ്സിന് എക്സാമ്പിൾസ് ഏതൊക്കെയാണ്? 2 രീതിയിലും സീഡ്ലിങ്സ് അല്ലെങ്കിൽ സാപ്ലിങ്സ് പ്രൊഡ്യൂസ് ചെയ്യുന്ന പ്ലാന്റ്സിന് എക്സാമ്പിൾസ്. ഒന്നാമത്തത് ഷീമക്കൊന്ന അല്ലെങ്കിൽ ഗ്ലിറിസിഡിയ അല്ലെങ്കിൽ ഷീമക്കൊന്ന. പിന്നെ നമ്മുടെ മുരിങ്ങ അറിയാലോ, മുരിങ്ങ. പിന്നെ കറി ലീഫ് കറിവേപ്പില. പിന്നെ 4 മണിപ്പൂവിന് വേറൊരു പേരാണ് മിറാബിലസ് ജലപ്പ. അപ്പോൾ ഇതെല്ലാം എന്ന് പറയുന്നത് സെക്ഷുവൽ റീപ്രൊഡക്ഷനിലൂടെയും വെജിറ്റേറ്റീവ് പ്രൊപ്പഗേഷനിലൂടെയും ന്യൂ സാപ്ലിങ്സ് ഫോം ചെയ്യുന്ന പ്ലാന്റ്സ് ആണ്. ഏതൊക്കെയാണെന്ന് മനസ്സിലായല്ലോ? ഷീമക്കൊന്ന, മുരിങ്ങ, കറി ലീഫ്, 4 മണിപ്പൂവ് അല്ലെങ്കിൽ മിറാബിലസ് ജലപ്പ. ഷീമക്കൊന്നയുടെ വേറൊരു പേരാണ് ഗ്ലിറിസിഡിയ. അടുത്ത ക്വസ്റ്റ്യൻ, ഡിഫൈൻ ലെയറിംഗ്. വാട്ട് ആർ ദ സ്റ്റേജസ് ഓഫ് ലെയറിംഗ്? ലെയറിംഗ് എന്താണ്? ലെയറിങ്ങിൻ്റെ സ്റ്റേജസ് ഏതൊക്കെയാണ്? അപ്പോൾ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചിട്ട്, എന്താണ് ഈ ലെയറിംഗ് എന്ന് പറയുന്നത്? ഒരു വെജിറ്റേറ്റീവ് പ്രൊപ്പഗേഷൻ മെത്തേഡാണ് ലെയറിംഗ് എന്ന് പറയുന്നത്. ലെയറിങ്, ഗ്രാഫ്റ്റിങ്, അതൊക്കെ നമ്മൾ ബഡ്ഡിങ്, ഇതൊക്കെ നമ്മളിനി പഠിക്കും. അപ്പോൾ ഇപ്പോൾ നമ്മൾ പഠിക്കാൻ പോകുന്നത് ലെയറിംഗ് ആണ്. ലെയറിംഗ് എന്ന് പറയുന്നത് ഒരു വെജിറ്റേറ്റീവ് പ്രൊപ്പഗേഷൻ മെത്തേഡാണ്. അതായത് സെക്ഷുവൽ റീപ്രൊഡക്ഷനിലൂടെ അല്ലാതെ നമ്മുടെ പ്ലാന്റ്സിൻ്റെ വെജിറ്റേറ്റീവ് പാർട്സ് അതേതൊക്കെയാണ്? റൂട്ട്, സ്റ്റെം, ലീഫ്, അണ്ടർഗ്രൗണ്ട് സ്റ്റെം, ഇതിൽ നിന്നൊക്കെ പുതിയ തൈച്ചെടികളെ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു മെത്തേഡാണ് വെജിറ്റേറ്റീവ് പ്രൊപ്പഗേഷൻ. അപ്പോൾ വെജിറ്റേറ്റീവ് പ്രൊപ്പഗേഷൻ മെത്തേഡിന് ഒരു എക്സാമ്പിളാണ് ലെയറിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ലെയറിംഗ് എന്ന് പറയുന്നത് എന്താണ്? അതിനെ നമ്മൾ ഡിഫൈൻ ചെയ്യണം. നമുക്ക് ഡിഫൈൻ ചെയ്യാം. ലെയറിങ്ങിൻ്റെ മലയാളം വേർഡ് എന്ന് പറയുന്നത് പതിവെക്കൽ. എന്താണ്? പതിവെക്കൽ. അപ്പോൾ നോക്കിയോ, എൻ്റെ ഡെഫിനിഷനാണ്. ലെയറിംഗ് ഇസ് ദ ടെക്നിക് ഓഫ് പ്രൊഡ്യൂസിങ് പ്ലാന്റ്ലെറ്റ്സ്. ലെയറിംഗ് എന്ന് പറഞ്ഞൊരു ടെക്നിക്കാണ്. എന്തിനുള്ളത്? ഓഫ് പ്രൊഡ്യൂസിങ് പ്ലാന്റ്ലെറ്റ്സ്. ചെറിയ തൈച്ചെടികളെ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു ടെക്നിക്കാണ് ലെയറിംഗ് എന്ന് പറഞ്ഞാൽ. ബൈ കട്ടിങ് ആൻഡ് പ്ലാന്റിങ് ദ സ്റ്റെം ഓഫ് എ മദർ പ്ലാന്റ് ആഫ്റ്റർ ജനറേറ്റിംഗ് റൂട്ട്സ് ഫ്രം ഇറ്റ്. അതായത് ഒരു മദർ പ്ലാന്റിൻ്റെ സ്റ്റെമ്മിനെ കട്ട് ചെയ്ത് അതിനെ കൊണ്ടുവന്ന് പ്ലാന്റ് ചെയ്യുന്നു വെച്ചാൽ നടുന്നു, മണ്ണിൽ നടുന്നു. എപ്പോഴാണ് അതിനെ കട്ട് ചെയ്ത് മദർ പ്ലാന്റിൻ്റെ സ്റ്റെമ്മിനെ നമ്മൾ കട്ട് ചെയ്ത് മണ്ണിൽ കൊണ്ടുവന്ന് നടുന്നത് അല്ലെങ്കിൽ പ്ലാന്റ് ചെയ്യുന്നത്? ആഫ്റ്റർ ജനറേറ്റിംഗ് റൂട്ട്സ് ഫ്രം ഇറ്റ്. അതിൻ്റെ അകത്തുനിന്ന് റൂട്ട് ജനറേറ്റ് ചെയ്തതിന് ശേഷം. മനസ്സിലായല്ലോ എന്താണ് ലെയറിംഗ് എന്ന് പറഞ്ഞാൽ? ഇനി നമുക്കിത് എങ്ങനെയാണ് ചെയ്യാനുള്ളത്? ഇതിൻ്റെ സ്റ്റേജസ് ഓഫ് ലെയറിംഗ്. ലെയറിങ്ങിന് ഓരോ സ്റ്റേജ് ഉണ്ട്. ഓരോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ടുള്ള പ്രോസസ്സ് വഴിയാണ് ലെയറിംഗ് നമ്മൾ നടത്തുന്നത്. അത് ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഫസ്റ്റ് സ്റ്റേജ്
സെലക്ട് എ പെൻസിൽ സൈസ്ഡ് സ്റ്റെം ഓഫ് ദി മദർ പ്ലാന്റിൽ നിന്ന് പെൻസിൽ സൈസ്ഡ് സ്റ്റെം, പെൻസിലിൻ്റെ സൈസുള്ള ഒരു സ്റ്റെം നമ്മൾ സെലക്ട് ചെയ്യുക. അപ്പോൾ സെലക്ട് എ പെൻസിൽ സൈസ്ഡ് സ്റ്റെം ഓഫ് ദി മദർ പ്ലാന്റിൽ നിന്ന് ഒരു പെൻസിലിൻ്റെ സൈസിലുള്ള സ്റ്റെം സെലക്ട് ചെയ്യുക. അടുത്ത പോയിന്റ് എന്താണ് പറഞ്ഞിട്ടുള്ളത്? ഇറ്റ് ഈസ് ബെറ്റർ ടു സെലക്ട് ഇറ്റ് ഫ്രം ദ മെയിൻ സ്റ്റെം. നമ്മുടെ മദർ പ്ലാന്റിൻ്റെ മെയിൻ സ്റ്റെമ്മിൽ നിന്ന് ഉള്ള ഒരു പെൻസിൽ സൈസ്ഡ് സ്റ്റെം നമ്മൾ സെലക്ട് ചെയ്യുന്നതാണ് നല്ലത്. ഇറ്റ് ഈസ് ബെറ്റർ, ഇതാണ് നല്ലത്. ഇറ്റ് ഈസ് ബെറ്റർ ടു സെലക്ട് ചെയ്യുക. ഇറ്റ് എന്ന് വെച്ചാൽ നമ്മുടെ പെൻസിൽ സൈസ്ഡ് സ്റ്റെം എന്ന് പറയുന്നത് ഫ്രം ദ മെയിൻ സ്റ്റെമ്മിൽ നിന്നുള്ള ഒരു പെൻസിൽ സൈസ്ഡ് സ്റ്റെം സെലക്ട് ചെയ്യുന്നതാണ് ബെറ്റർ. അടുത്ത പോയിന്റ് നോക്കിയോളൂ. മേക്ക് എ കട്ട് ഓഫ് 2 to 3 സെൻറ്റിമീറ്റർ ലെങ്ത്. ഒരു മുറിവുണ്ടാക്കുക. മേക്ക് എ കട്ട് എന്ന് വെച്ചാൽ ഒരു മുറിവുണ്ടാക്കുക. എങ്ങനെയുള്ള മുറിവ്? 2 to 3 സെൻറ്റിമീറ്റർ ലെങ്ത്, 2 മുതൽ 3 സെൻറ്റിമീറ്റർ ലെങ്ത് വരെയുള്ള മുറിവുണ്ടാക്കുക. ഇൻ എ സർക്കുലാർ ഷേപ്പ്. എങ്ങനെയുള്ള ഷേപ്പിൽ? സർക്കുലാർ ഷേപ്പിൽ, വളയാകൃതിയിൽ ഒരു മുറിവുണ്ടാക്കുക. എവിടെയാണ് ഈ മുറിവ് ഉണ്ടാക്കേണ്ടത്? ഇൻ ബിറ്റ്വീൻ 2 നോട്ട്സ് ഓഫ് ദി സ്റ്റെം. നമ്മൾ ഒരു പെൻസിൽ ഷേപ്ഡ് സ്റ്റെം സെലക്ട് ചെയ്തില്ലേ, ആ സ്റ്റെമ്മിൻ്റെ 2 നോഡുകൾക്കിടയിൽ നമ്മൾ സർക്കുലാർ ഷേപ്പിൽ 2 മുതൽ 3 സെൻറ്റിമീറ്റർ ലെങ്തുള്ള ഒരു മുറിവ് ഉണ്ടാക്കുക, അല്ലെങ്കിൽ കട്ട് ഉണ്ടാക്കുക. ഓക്കെ ആണല്ലോ? ഇത്രയാണ് ഒന്നാമത്തെ സ്റ്റേജിൽ ഇവിടെ പറഞ്ഞിട്ടുള്ളത്. നമ്മൾ നോക്കാൻ പോകുന്നത് സ്റ്റേജ് 2 ആണ്. അപ്പോൾ നമ്മൾ മുറിവ് ഉണ്ടാക്കി വെച്ചേക്കുവാണ്, അത്രയും വരെ ചെയ്തു. അടുത്ത രണ്ടാമത്തെ സ്റ്റേജിൽ apply a slightly wet mixture of coco peat, soil and cow dung powder to this area. ഈ ഏരിയയിൽ, അതായത് ഈ മുറിവുണ്ടാക്കി വെച്ചിരിക്കുന്ന ഏരിയയിൽ അപ്ലൈ ചെയ്യുക. എന്തൊക്കെയാണ്? സ്ലൈറ്റ്ലി വെറ്റ്, അതായത് കുറച്ച് നനവുള്ള മിക്സ്ചർ ഓഫ്, ഒരു മിശ്രിതം എന്ന് പറയുമ്പോൾ ഏതിൻ്റെയൊക്കെ മിശ്രിതം? കുറച്ച് നനവുള്ള ഒരു മിശ്രിതം. ആ മിശ്രിതം ഏതിൻ്റെയൊക്കെയാണെന്നാണ് പറഞ്ഞേക്കുന്നത് അടുത്തതായിട്ട്. കോക്കോപീറ്റ് എന്ന് വെച്ചാൽ നമ്മുടെ ചകിരിച്ചോറ്. ചകിരിച്ചോറ്. സോയിൽ, മണ്ണ്. ആൻഡ് കൗഡങ് എന്ന് വെച്ചാൽ ചാണകം. കൗഡങ് പൗഡർ എന്ന് വെച്ചാൽ ചാണകപ്പൊടി. അപ്പോൾ ഈ ചാണകപ്പൊടിയും സോയിലും കോക്കോപീറ്റും ചകിരിച്ചോറും ഒക്കെ കൂടെ മിക്സ് ചെയ്തിട്ട് അതിന് കുറച്ച് നനവ് കൊടുക്കുക. എന്നിട്ട് അപ്പോൾ അതൊരു വെറ്റ് മിക്സ്ചർ ആവുന്നു, നനവുള്ള ഒരു മിശ്രിതമാവുന്നു. എന്നിട്ട് അതിനെ നമ്മൾ എന്ത് ചെയ്യണം? ഇത് അപ്ലൈ ചെയ്യണം. എവിടെ? ഈ മുറിവുള്ള ഭാഗത്ത് അപ്ലൈ ചെയ്യണം. എന്നിട്ട് എന്താ ചെയ്യേണ്ടത്? ഇതിങ്ങനെ വച്ച് അവിടെ തന്നെ ഇരിക്കോ? അവിടെ ഇരിക്കില്ലല്ലോ, ഇത് ഇളകി പോരത്തില്ലേ. അപ്പോൾ അത് അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ട് റാപ്പ് ദിസ് ഏരിയ വിത്ത് എ പോളിത്തീൻ ബാഗ്. നമ്മുടെ പോളിത്തീൻ ബാഗ് ഉണ്ടല്ലോ, പോളിത്തീൻ കവർ, അത് വച്ചിട്ട് ഈ ഏരിയ റാപ്പ് ചെയ്യുക എന്ന് വെച്ചാൽ പൊതിഞ്ഞ് കെട്ടുക എന്നൊക്കെ ഉള്ള അർത്ഥമാണ്. അപ്പോൾ ഈ ഏരിയയിൽ ഈ സാധനം എല്ലാം വച്ചിട്ട് അവിടെ എന്ത് ചെയ്യണം? റാപ്പ് ചെയ്യാന്ന് വെച്ചാൽ പൊതിയുക. പിന്നെ എന്താ പറഞ്ഞിട്ടുള്ളത്? വാട്ടർ ദ ഏരിയ ഇഫ് റിക്വേർഡ്. അതായത് ആവശ്യമുണ്ടെങ്കിൽ നമ്മൾ നനച്ചു കൊടുക്കണം. അവിടെ കുറച്ച് വെള്ളമൊക്കെ ഇങ്ങനെ തളിച്ചു കൊടുക്കുക. ആവശ്യമുണ്ടെങ്കിൽ മാത്രം, നനവില്ല, അത് ഭയങ്കരമായിട്ട് ഡ്രൈ ആയിരിക്കുന്നു എന്ന് തോന്നുവാണെങ്കിൽ അവിടെ വെള്ളം നനച്ചു കൊടുക്കുക. ഇത്രയാണ് രണ്ടാമത്തെ സ്റ്റേജിൽ. ഏതിൻ്റെ? ലെയറിങ്ങിൻ്റെ രണ്ടാമത്തെ സ്റ്റേജ്. അടുത്ത മൂന്നാമത്തെ സ്റ്റേജാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. റൂട്ട്സ് വിൽ സ്പ്രൗട്ട് ഇൻ ദ ഏരിയ ഓഫ് ലെയറിങ് വിത്തിൻ 2 months. 2 മാസത്തിനുള്ളിൽ നമ്മൾ ഈ ലെയറിങ് ചെയ്ത് വെച്ചേക്കുന്ന ആ ഏരിയ ഉണ്ടല്ലോ, പോളിത്തീൻ കവറിട്ട് കെട്ടി വെച്ചേക്കുന്ന അവിടെ നിന്ന് എന്ത് വരും? റൂട്ട്സ് ഇങ്ങനെ സ്പ്രൗട്ട് ചെയ്യാന്ന് വെച്ചാൽ മുളയ്ക്കുക എന്നുള്ള അർത്ഥമാണ്. അപ്പോൾ റൂട്ട് മുളച്ച് വരും. റൂട്ട് സ്പ്രൗട്ട് ചെയ്യും, അല്ലെങ്കിൽ റൂട്ട് മുളച്ച് വരും. അടുത്ത എന്താ പറഞ്ഞിട്ടുള്ളത്? കട്ട് ദ സ്റ്റെം ജസ്റ്റ് ബിലോ ദ ഏരിയ ഓഫ് ലെയറിങ്. ലെയർ ചെയ്ത ഏരിയയുടെ താഴെ ഭാഗം വച്ചിട്ട് നമ്മൾ ആ സ്റ്റെമ്മിനെ എന്ത് ചെയ്യണം? കട്ട് ചെയ്യണം. കട്ട് ദ സ്റ്റെമ്മിനെ കട്ട് ചെയ്യുക. ജസ്റ്റ് ബിലോ ദ ഏരിയ ഓഫ് ലെയറിങ് ചെയ്ത് വെച്ചേക്കുന്നതിൻ്റെ തൊട്ട് താഴെ വെച്ച് നമ്മൾ ആ സ്റ്റെമ്മിനെ കട്ട് ചെയ്യണം. ആൻഡ് ദിസ് ക്യാൻ ബി പ്ലാന്റഡ് ഇൻ എ ഫ്ലവർ പോട്ട് ഓർ ഗ്രോ ബാഗ്. ഒരു ഗ്രോ ബാഗിലോ അല്ലെങ്കിൽ ഫ്ലവർ പോട്ട് അല്ലെങ്കിൽ ചെടിച്ചട്ടിയിലോ ദിസ് ക്യാൻ ബി പ്ലാന്റഡ്. ഇതിനെ നമുക്ക് എന്ത് ചെയ്യാം? പ്ലാന്റ് ചെയ്യാം, അല്ലെങ്കിൽ നടാം. വെൻ ഇറ്റ് സ്റ്റാർട്ട്സ് ഗ്രോയിങ്, ഇത് വളർന്നു തുടങ്ങുമ്പോൾ ഇറ്റ് ക്യാൻ ബി റീപ്ലാന്റഡ് ഇൻ ദ സോയിൽ. ഈ ഗ്രോ ബാഗിൽ നിന്ന് അല്ലെങ്കിൽ ചെടിച്ചട്ടിയിൽ നിന്നോ ഇതിനെടുത്ത് നമുക്ക് മണ്ണിൽ ഡയറക്റ്റ് നടാം. മനസ്സിലായല്ലോ? റീപ്ലാന്റ് ചെയ്യാന്ന് വെച്ചാൽ നടാം, മണ്ണിൽ ഡയറക്റ്റ് നടാം. ഓക്കെ ആണല്ലോ? ഇതാണ് ലെയറിങ് എന്ന് പറയുന്ന ടെക്നിക്ക്. ഇപ്പം നമ്മൾ ചെയ്ത ഈ ലെയറിങ്ങിന് ഒരു പേര് പറയും. എന്താണെന്നറിയോ? എയർ ലെയറിങ്. എന്താണ്? എയർ ലെയറിങ് എന്നാണ് പറയുന്നത്.
മലയാളത്തിൽ വായുവിൽ പതിവയ്ക്കൽ എന്ന് പറയും. വായുവിൽ പതിവയ്ക്കൽ അല്ലെങ്കിൽ എയർ ലെയറിംഗ് എന്നാണ് ഇപ്പോൾ നമ്മൾ ചെയ്ത ഈ ഒരു ടെക്നിക്കിൻ്റെ പേര് കേട്ടോ. അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കിയോ. വാട്ട് ആർ ദ 2 ടൈപ്സ് ഓഫ് ലെയറിംഗ് മെത്തേഡ്സ്? ലെയറിംഗ് അല്ലെങ്കിൽ പതിവയ്ക്കൽ 2 ടൈപ്പ് ഉണ്ട്. അത് ഏതൊക്കെയാണെന്നാണ് ചോദിച്ചേക്കുന്നത്. ഒന്ന് നമ്മളിപ്പോൾ പറഞ്ഞത് ഏതാ? എയർ ലെയറിംഗ് ആൻഡ് സെർപെൻറ്റൈൻ ലെയറിംഗ്, നാഗപതിവയ്ക്കൽ. സെർപെൻറ്റൈൻ ലെയറിംഗ് എന്ന് വെച്ചാൽ നാഗപതിവയ്ക്കൽ. അപ്പോൾ 2 ടൈപ്പ് ഓഫ് ലെയറിംഗ് ആണ് നമ്മുടെ ടെക്സ്റ്റിൽ പറഞ്ഞിട്ടുള്ളത്. ഏതൊക്കെയാണ്? എയർ ലെയറിംഗ് പിന്നെ സെർപെൻറ്റൈൻ ലെയറിംഗ്. ഇനി നോക്കിയോളൂ, എയർ ലെയറിംഗിൽ നമ്മൾ ഏതൊക്കെ പ്ലാന്റ്സ് ആണ് യൂസ് ചെയ്യണമെന്നുള്ളതാണ്. ഗുവാവ, ഏതാണ്? നമ്മുടെ പേരക്ക, കാഷ്യൂനട്ട്, കശുമാവ്, സപ്പോട്ട, പിന്നെ റോസ, ജാമ്പ, ഇതൊക്കെയാണ് നമ്മൾ എയർ ലെയറിംഗ് ചെയ്യുന്ന പ്ലാന്റ്സ് എന്ന് പറയുന്നത്. അടുത്തത് സെർപെൻറ്റൈൻ ലെയറിംഗ് നമ്മൾ യൂസ് ചെയ്യുന്ന പ്ലാന്റ്സ് ഏതൊക്കെയാണെന്ന് നോക്കാം. ഈ പ്ലാന്റ്സിൻ്റെ പേര് നിങ്ങൾ ജസ്റ്റ് ഒന്ന് നോക്കി വെച്ചേക്കാം. സെർപെൻറ്റൈൻ ലെയറിംഗ് എന്താണെന്നുള്ളത് ഞാൻ അടുത്ത ഒരു സ്ലൈഡിൽ പറഞ്ഞുതരാം. അപ്പോൾ സെർപെൻറ്റൈൻ ലെയറിംഗ് ചെയ്യുന്ന പ്ലാന്റ്സ് എന്ന് പറയുന്നത് ജാസ്മിൻ നമ്മുടെ മുല്ല, പെപ്പർ എന്ന് വെച്ചാൽ കുരുമുളക്, പിന്നെ അടുത്തത് ഗ്രേപ്സ് മുന്തിരിങ്ങ, പിന്നെ ബീറ്റൽ എന്ന് വെച്ചാൽ നമ്മുടെ വെറ്റ ഉണ്ടല്ലോ, വെറ്റ മുറുക്കാനൊക്കെ ഉപയോഗിക്കുന്ന ആ വെറ്റ, അതിനെയാണ് നമ്മൾ ബീറ്റൽ എന്ന് പറയുന്നത്. ഇതൊക്കെ സെർപെൻറ്റൈൻ ലെയറിംഗ് ഉപയോഗിക്കുന്ന പ്ലാന്റ്സ് ആണ്. അടുത്തത് വാട്ട് ഈസ് സെർപെൻറ്റൈൻ ലെയറിംഗ്? നാഗപതിവയ്ക്കൽ എന്താണ്? ലെയറിംഗ് ക്യാൻ ബി ഡൺ ബൈ ബെൻഡിങ് ദ ലോങ് ബ്രാഞ്ചസ് ഇൻ ടു ദ സോയിൽ ആൻഡ് കവറിംഗ് ദ ബ്രാഞ്ചസ് വിത്ത് സോയിൽ അറ്റ് ഇൻ്റർവെൽസ് ഈസ് നോൺ ആസ് സെർപെൻറ്റൈൻ ലെയറിംഗ്. അതായത് ഒരു ചെടിയുടെ ലോങ് ബ്രാഞ്ച് ഉണ്ടാവുമല്ലോ, ആ ലോങ് ബ്രാഞ്ചിനെ നമ്മൾ ബെൻഡ് ചെയ്ത് വളച്ച് ഈ മണ്ണിൽ കൊണ്ട് വച്ചിട്ട് അതിൻ്റെ മുകളിൽ, ആ ബ്രാഞ്ചിൻ്റെ മുകളിൽ മണ്ണിടും. അപ്പോൾ അവിടെ നിന്ന് അതൊരു പുതിയ ചെടിയായിട്ട് വരും. അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? സെർപെൻറ്റൈൻ ലെയറിംഗ് എന്ന് പറയുന്നത്. അവിടുന്ന് പുതിയ തൈച്ചെടി ഉണ്ടാവും, അതിനെയാണ് സെർപെൻറ്റൈൻ ലെയറിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ എഴുതിയിരിക്കുന്ന നോട്ട് നോക്കിക്കോ. ലെയറിംഗ് ക്യാൻ ബി ഡൺ, ലെയറിംഗ് നടത്തുന്നത് ബൈ ബെൻഡിങ് ദ ലോങ് ബ്രാഞ്ചസ്. ബെൻഡ് എന്ന് വെച്ചാൽ വളയ്ക്കുക. എന്തിനെ? ലോങ് ബ്രാഞ്ചസ്, നീളമുള്ള ബ്രാഞ്ചസിനെ വളയ്ക്കുക. എങ്ങോട്ട് വളയ്ക്കാനാണ് പറഞ്ഞിട്ടുള്ളത്? ഇൻ ടു ദ സോയിലിലോട്ട്, അല്ലേ, മണ്ണിലോട്ട് വളച്ച് വയ്ക്കുക. ആൻഡ് കവറിങ് ദ ബ്രാഞ്ചസ്, ആ ബ്രാഞ്ചസിനെ, അതായത് ആ ലോങ് ബ്രാഞ്ചിനെ വിത്ത് സോയിൽ കവർ ചെയ്യുക. എന്ത് വെച്ചിട്ട്? സോയിൽ വെച്ചിട്ട്, മണ്ണ് വെച്ചിട്ട് കവർ ചെയ്യുക. ആ വളച്ചു വെച്ച ബ്രാഞ്ചിനെ മണ്ണ് വെച്ചിട്ട് കവർ ചെയ്യുക. കവറിങ് ദ ബ്രാഞ്ചസ് വിത്ത് സോയിൽ വെച്ചിട്ട് കവർ ചെയ്യുക. എവിടെയാണ് കവർ ചെയ്യേണ്ടത്? അറ്റ് ഇൻ്റർവെൽസ് അല്ലെങ്കിൽ അറ്റ് നോഡ്സ്, നോഡുകളിൽ. ഈ നോഡെന്ന് വെച്ചാൽ എന്താണെന്നറിയാമോ? അതായത് നമ്മളിപ്പോൾ ഒരു തണ്ട് വെട്ടിയെടുത്തു കഴിഞ്ഞാൽ ആ തണ്ടിൽ അവിടെ ഇങ്ങനെ മുഴച്ച് നിൽക്കുന്ന ഭാഗങ്ങളുണ്ടാവും. കുറച്ച് ചെറിയൊരു മുഴ പോലെ ഇങ്ങനെ മുഴച്ച് നിൽക്കുന്ന ഭാഗങ്ങളുണ്ടാവും. അവിടെ നിന്നാണ് പുതിയ മുളകൾ വരുന്നത്. അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? പുതിയ ബഡ് വരുന്നത്. അതിനെയാണ് നമ്മൾ നോഡെന്ന് പറയുന്നത്. അപ്പോൾ ഈ നോഡുള്ള ഭാഗങ്ങളിൽ നമ്മളിങ്ങനെ മണ്ണിട്ട് കൊടുത്താൽ, മണ്ണിലോട്ട് ഇറക്കി വെച്ചിട്ട് അതിൻ്റെ മുകളിൽ മണ്ണിട്ട് കൊടുത്താൽ അവിടെ നിന്ന് പുതിയ തൈച്ചെടികൾ ഉണ്ടാവും. അപ്പോൾ ഈ ഒരു മെത്തേഡാണ് എന്ത് പറയുന്നത്? സെർപെൻറ്റൈൻ ലെയറിംഗ് അല്ലെങ്കിൽ നാഗപതിവയ്ക്കൽ എന്ന് പറയുന്നത്. In this way, multiple saplings can be produced simultaneously from a single branch. ഇപ്പോൾ ഈ ഒരു മെത്തേഡിൽ നമുക്ക് മൾട്ടിപ്പിൾ സാപ്ലിങ്സ്, അതായത് ഒരുപാട് തൈച്ചെടികൾ നിർമ്മിക്കാം ഒരൊറ്റ ബ്രാഞ്ചിൽ നിന്ന്. അതായത് നല്ല നീളമുള്ള ഒരു ബ്രാഞ്ച് ആണെങ്കിൽ അതിൻ്റെ നീളത്തിനിങ്ങനെ നമ്മൾ മണ്ണിലോട്ട് ചേർത്ത് വെച്ച് അതിൻ്റെ മുകളിൽ മണ്ണിട്ട് കൊടുക്കുക. അപ്പോൾ എവിടെയൊക്കെ നോട്ട്സ് ഉണ്ടോ അവിടെയൊക്കെ നമ്മൾ മണ്ണിട്ട് കൊടുത്താൽ അവിടെ നിന്നൊക്കെ പുതിയ തൈച്ചെടികളുണ്ടാവും. അപ്പോൾ മൾട്ടിപ്പിൾ സാപ്ലിങ്സ്, ഒരുപാട് സാപ്ലിങ്സ്, ഒന്നിൽ കൂടുതൽ സാപ്ലിങ്സ് നമുക്ക് ഈ ഒരൊറ്റ ബ്രാഞ്ചിൽ നിന്ന് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ കഴിയും. ഓക്കെ, അപ്പോൾ സെർപെൻറ്റൈൻ ലെയറിംഗ് എന്താണെന്ന് മനസ്സിലായല്ലോ. സെർപെൻറ്റൈൻ ലെയറിംഗ് യൂസ് ചെയ്യുന്ന ചെടികൾ ഏതൊക്കെയാണ്, പ്ലാന്റ്സ് ഏതൊക്കെയാണ്? നമ്മൾ നേരത്തെ പറഞ്ഞതാണ്. ജാസ്മിൻ, ബീറ്റൽ, പെപ്പർ, ഗ്രേപ്സ്, പിന്നെ ക്രൈസാന്തിമം, നമ്മുടെ സൂര്യകാന്തി, അല്ലേ, പിന്നെ ബൊഗൈൻവില്ല, കടലാസ് ചെടി ഉണ്ടല്ലോ, ബൊഗൈൻവില്ല, ഇതൊക്കെ അതിന് എക്സാമ്പിളാണ് കേട്ടോ. അടുത്തത്, വാട്ട് ആർ ദ അഡ്വാൻറ്റേജസ് ആൻഡ് ഡിസഡ്വാൻറ്റേജസ് ഓഫ് പ്ലാന്റ്സ് പ്രൊഡ്യൂസ്ഡ് ബൈ ലെയറിംഗ്? ലെയറിംഗ് വഴി നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യുന്ന പ്ലാന്റ്സിൻ്റെ അഡ്വാൻറ്റേജ് എന്താണ്, ഡിസഡ്വാൻറ്റേജ് എന്താണ്? അഡ്വാൻറ്റേജസ് നോക്കാം. പൊസസ് ദ ക്വാളിറ്റീസ് ഓഫ് മദർ പ്ലാന്റ്. മദർ പ്ലാന്റിന് ഉള്ള ക്വാളിറ്റി എന്താണോ അത് അതേപോലെ ഉണ്ടാവും. അപ്പോൾ പൊസസ് ഉണ്ടാവും, എന്താണ്, ദ ക്വാളിറ്റീസ് ഓഫ് മദർ പ്ലാന്റ്, മദർ പ്ലാന്റിൻ്റെ ക്വാളിറ്റീസ് ഉണ്ടാവും. അടുത്ത ഇയർലി ഫ്ലവറിങ് ആൻഡ് ഫ്രൂട്ടിങ്. ഫ്രൂട്ടിങ്ങും അതായത് പൂവിടുന്നതും പിന്നെ കായ്ഫലം ലഭ്യമാകുന്നതും വളരെ നേരത്തെ തന്നെ. സാധാരണ ഒരു പ്ലാവ് നട്ട് ഒരു 10 വർഷം കഴിയുമ്പോഴാണ് നമുക്കതിൽ നിന്ന് ചക്ക കിട്ടുന്നതെങ്കിൽ ഈ ലെയറിംഗ് വഴി നമ്മൾ നടുന്ന ഒരു പ്ലാവിൽ ഒരു 3 വർഷം കൊണ്ട് നമുക്ക് കായ്ഫലം ലഭിക്കും.
മനസ്സിലായോ? അപ്പോൾ അതാണ് ഫ്ലവറിങ് ആൻഡ് ഫ്രൂട്ടിങ് ഇയർലി. വളരെ നേരത്തെ തന്നെ ഫ്ലവറിങ്ങും ഫ്രൂട്ടിങ്ങും നടക്കുന്നു. ഇനി നമുക്കിതിൻ്റെ ഡിസഡ്വാൻറ്റേജസ് എന്തൊക്കെയാണെന്ന് നോക്കാം. സ്മാൾ സൈസ് ആൻഡ് ഷോർട്ട് ലൈഫ് സ്പാൻ. ഇത് ചെറിയ ചെടിയായിരിക്കും എപ്പോഴും. ഇപ്പം നമുക്കറിയാം പ്ലാവെന്ന് പറഞ്ഞാൽ ഭയങ്കര വലിപ്പമുള്ള പ്ലാവൊക്കെ ആയിരിക്കും സാധാരണ. പക്ഷേ ഈ ലെയറിംഗ് ഒക്കെ വഴി നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്ന പ്ലാവ് വളരെ ചെറുതായിരിക്കും. അതുപോലെ തന്നെ ഷോർട്ട് ലൈഫ് സ്പാൻ. ലൈഫ് സ്പാൻ ചെറുതായിരിക്കും, അതായത് അതിന് അധികം ആയുസ് ഉണ്ടാവില്ല. ഇപ്പോൾ ഈ നമ്മുടെ സാധാരണ പ്ലാവ് ഒരു 10-60 വർഷമൊക്കെ അതിന് ലൈഫ് സ്പാൻ ഉണ്ടെങ്കിൽ ഈ ലെയറിംഗ് വഴിയൊക്കെ ഉണ്ടാക്കിയെടുക്കുന്നത് 10-15 വർഷമൊക്കെ കഴിയുമ്പോൾ നശിച്ചു പോകും. അപ്പോൾ ഷോർട്ട് ലൈഫ് സ്പാൻ ആൻഡ് സ്മാൾ സൈസ്. ഇവിടെ സ്മാൾ സൈസ് എന്ന് പറയുന്നത് ആ പ്ലാന്റിൻ്റെ സൈസാണ് കേട്ടോ. പ്ലാന്റിൻ്റെ സൈസ് കുറവായിരിക്കും, ചെറിയ സൈസായിരിക്കും. പിന്നെ പ്ലാന്റിന് ഷോർട്ട് ലൈഫ് സ്പാൻ ആയിരിക്കും. ആ ചെടിക്ക് കുറച്ച് നാളെ ആയുസ് ഉണ്ടാവുള്ളൂ. അടുത്ത രണ്ടാമത്തെ ഒരു ഡിസഡ്വാൻറ്റേജ് ആബ്സെൻസ് ഓഫ് ടാപ്പ് റൂട്ട് സിസ്റ്റം. ടാപ്പ് റൂട്ട് സിസ്റ്റം ആബ്സെൻ്റ് ആയിരിക്കും. നമ്മൾ കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും എന്താണ് ടാപ്പ് റൂട്ട് സിസ്റ്റം, എന്താണ് ഫൈബ്രസ് റൂട്ട് സിസ്റ്റം എന്നൊക്കെ, ഏതൊക്കെ ചെടികളിലാണ് ടാപ്പ് റൂട്ട് സിസ്റ്റം ഉള്ളത് എന്നൊക്കെ ഉള്ള കാര്യങ്ങൾ. അപ്പോൾ ടാപ്പ് റൂട്ട് സിസ്റ്റം ഇതിനുണ്ടാവില്ല. അതാണ് അടുത്ത വേറൊരു പ്രത്യേകത എന്ന് പറയുന്നത്. അതൊരു ഡിസഡ്വാൻറ്റേജ് ആണ്. പിന്നെന്താ പറഞ്ഞിട്ടുള്ളത്? റിക്വയർ മോർ കെയർ. നമ്മൾ നല്ല രീതിയിൽ ശ്രദ്ധ കൊടുക്കണം. ആ ചെടി വളർത്തിക്കൊണ്ട് വരാൻ നല്ല രീതിയിലുള്ള ഒരു കെയർ നമ്മൾ കൊടുക്കണം. എന്നാൽ മാത്രമേ അത് കറക്റ്റായിട്ട് വളർന്ന് വന്ന് നമുക്ക് ബലം ലഭ്യമാവുകയുള്ളൂ. ഓക്കെ, ഇത്രയാണ് ഡിസഡ്വാൻറ്റേജസ്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയോ. ദ പ്ലാന്റ് ഹോർമോൺ വിച്ച് ഹെൽപ്സ് ടു സ്പീഡ് അപ്പ് ദ റൂട്ട് ഫോർമേഷൻ. റൂട്ട് ഫോർമേഷൻ സ്പീഡപ്പ് ആകാൻ വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന പ്ലാന്റ് ഹോർമോൺ, സസ്യ ഹോർമോൺ ഏതാണെന്ന്? ആൻസർ ഓക്സിൻ. ഏതാണ്? ഓക്സിൻ എന്ന് പറയുന്ന ഹോർമോണാണ് സസ്യത്തിൻ്റെ റൂട്ട് ഗ്രോത്ത് സ്പീഡപ്പ് ആക്കുന്ന ഹോർമോൺ എന്ന് പറയുന്നത്. ഇതാണ് ഓക്സിൻ. അടുത്തതായിട്ട് നമ്മൾ പഠിക്കാൻ പോകുന്ന അനദർ വെജിറ്റേറ്റീവ് പ്രൊപ്പഗേഷൻ മെത്തേഡ് ഗ്രാഫ്റ്റിംഗ്. മറ്റൊരു വെജിറ്റേറ്റീവ് പ്രൊപ്പഗേഷൻ മെത്തേഡായ ഗ്രാഫ്റ്റിംഗ് ആണ്. ഇതിൻ്റെ മലയാളം കൊമ്പൊട്ടിക്കൽ. ഗ്രാഫ്റ്റിങ്ങിൻ്റെ മലയാളമാണ് കൊമ്പൊട്ടിക്കൽ. എന്താണ് ഗ്രാഫ്റ്റിംഗ് എന്ന് നോക്കാം. ഗ്രാഫ്റ്റിംഗ് ഈസ് എ മെത്തേഡ് ഓഫ് പ്രൊഡക്ഷൻ ഓഫ് സാപ്ലിങ്സ് ബൈ ജോയിനിങ് ദ സ്റ്റെം ഓഫ് എ superior quality plant with another plant that has roots and belongs to the same species. Grafting is a method of production of saplings. ഒരു സാപ്ലിങ്സ് അല്ലെങ്കിൽ തൈ പ്രൊഡ്യൂസ് ചെയ്യുന്ന മെത്തേഡാണ് ഗ്രാഫ്റ്റിംഗ് എന്ന് പറയുന്നത്. പ്രൊഡക്ഷൻ ഓഫ് സാപ്ലിങ്സ്, സാപ്ലിങ്സ് തൈ പ്രൊഡ്യൂസ് ചെയ്യുന്ന മെത്തേഡ് എങ്ങനെയാണെന്നാണ് പറഞ്ഞിട്ടുള്ളത്? ബൈ ജോയിനിങ് ദ സ്റ്റെം ഓഫ് എ സുപ്പീരിയർ ക്വാളിറ്റി പ്ലാന്റ്. ഒരു സുപ്പീരിയർ ക്വാളിറ്റി പ്ലാന്റിൻ്റെ അല്ലെങ്കിൽ ഗുണമേന്മയുള്ള ഒരു ചെടിയുടെ സ്റ്റെമ്മ് ജോയിൻ ചെയ്യുന്നു. എവിടെ ജോയിൻ ചെയ്യുന്നു? വിത്ത് അനദർ പ്ലാന്റ്. മറ്റൊരു പ്ലാന്റിൽ ജോയിൻ ചെയ്യുന്നു. ആ പ്ലാന്റിൻ്റെ പ്രത്യേകത എന്താണ്? ദാറ്റ് ഹാസ് റൂട്ട്സ്. അതിനെന്തുണ്ട്? റൂട്ടുണ്ട്. അപ്പോൾ റൂട്ടുള്ള മറ്റൊരു ചെടിയിൽ സുപ്പീരിയർ ക്വാളിറ്റിയുള്ള ഒരു പ്ലാന്റിൻ്റെ സ്റ്റെമ്മ് ജോയിൻ ചെയ്യുന്നു. ആൻഡ് ബിലോങ്സ് ടു ദ സെയിം സ്പീഷീസ്. പക്ഷേ അതിൻ്റെ വേറൊരു പ്രത്യേകത, അത് അതേ സ്പീഷീസിൽപ്പെട്ട, അതേ വർഗ്ഗത്തിൽപ്പെട്ട, അതേ സ്പീഷീസിൽപ്പെട്ട മറ്റൊരു ചെടിയായിരിക്കണം. അതായത് സ്റ്റെം എടുക്കുന്ന ആ ചെടി ഏത് വർഗ്ഗത്തിൽ അല്ലെങ്കിൽ ഏത് സ്പീഷീസിലുള്ള ചെടിയാണോ അതേ സ്പീഷീസിലുള്ള ചെടിയായിരിക്കണം ഈ റൂട്ടോട് കൂടിയ ആ ചെടി എന്ന് പറയുന്നത്. അപ്പോൾ ഗ്രാഫ്റ്റിംഗ് എന്ന് പറഞ്ഞാൽ എന്താണ്? കൊമ്പൊട്ടിക്കൽ അല്ലേ? ഒരു ചെടിയിൽ നിന്ന് ഒരു കൊമ്പ് കൊണ്ടുവന്ന് മറ്റൊരു ചെടിയിൽ ഒട്ടിച്ച് വയ്ക്കുക. അതാണ് ഗ്രാഫ്റ്റിംഗ് എന്ന് പറയുന്നത്. മനസ്സിലായല്ലോ? ഇവിടെ ഉള്ളൊരു പ്രത്യേകത, ആ രണ്ട് ചെടിയും ഒരേ സ്പീഷീസിലുള്ളതായിരിക്കണം. അത് നിർബന്ധമാണ്. ഇനി താഴെയുള്ള കാര്യം നോക്കിക്കോ. ഇനി താഴെ പറഞ്ഞിട്ടുള്ളത് പ്ലാന്റ് ദാറ്റ് ഹാസ് റൂട്ട്സ്. റൂട്ടാണ്. റൂട്ട് സെലക്റ്റഡ് ഫോർ ഗ്രാഫ്റ്റിംഗ് ഈസ് കാൾഡ് റൂട്ട് സ്റ്റോക്ക്. അതായത് നമ്മളൊരു പ്ലാന്റ് സെലക്ട് ചെയ്യുമല്ലോ, റൂട്ടുള്ള ഒരു പ്ലാന്റ്, ROOT, റൂട്ട് എന്ന് വെച്ചാൽ വേരുള്ള ഒരു പ്ലാന്റിനെയാണ് നമ്മൾ ആദ്യം സെലക്ട് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ റൂട്ടുള്ള ആ പ്ലാന്റിന് നമ്മൾ പറയുന്ന പേരാണ് റൂട്ട് സ്റ്റോക്ക്, അല്ലെങ്കിൽ വെറുതെ സ്റ്റോക്ക് എന്നും പറയാം. അപ്പോൾ റൂട്ടുള്ള പ്ലാന്റിന് നമ്മൾ പറയുന്ന പേര് സ്റ്റോക്ക്, STOCK, റൂട്ടുള്ള പ്ലാന്റ് സ്റ്റോക്ക്. ഓക്കെ ആണല്ലോ? അടുത്തത് ആൻഡ് ദ സ്റ്റെം വിച്ച് ഈസ് ജോയിൻഡ് ടു ഇറ്റ് ഈസ് കോൾഡ് സയൺ. അതായത് ഒരു സ്റ്റെമ്മ് നമ്മൾ ആ റൂട്ടുള്ള പ്ലാന്റിൽ കൊണ്ടുവന്ന് കണക്ട് ചെയ്യും, ഒരു കൊമ്പ് കൊണ്ടുവന്ന് ഒട്ടിക്കും അല്ലേ? അപ്പോൾ നമ്മളത് അങ്ങനെ കണക്ട് ചെയ്യുന്ന അല്ലെങ്കിൽ ജോയിൻ ചെയ്യുന്ന സ്റ്റെമ്മിന് അതിനെ പറയുന്ന പേരാണ് സയൺ. സയണിനെ കൊണ്ടുവന്നാണ് നമ്മൾ ഒട്ടിക്കുന്നത്. അത് ആലോചിച്ചാൽ മതി. അപ്പോൾ ദ സ്റ്റെം വിച്ച് ഈസ് ജോയിൻഡ് ടു ഇറ്റ്, അല്ലെങ്കിൽ ആ റൂട്ടുള്ള പ്ലാന്റ്, ഇറ്റ് എന്ന് പറഞ്ഞാൽ റൂട്ടുള്ള പ്ലാന്റ്. അപ്പോൾ ആ റൂട്ടുള്ള പ്ലാന്റിൽ കൊണ്ടുവന്ന് നമ്മൾ ഒട്ടിക്കുന്ന സ്റ്റെമ്മിന് പറയുന്ന പേരാണ് സയൺ, SCION. ദ സ്റ്റെം വിച്ച് ഈസ് ജോയിൻഡ് ടു ഇറ്റ് എന്ന് പറഞ്ഞാൽ ആ റൂട്ടുള്ള പ്ലാന്റ്. അപ്പോൾ ആ റൂട്ടുള്ള പ്ലാന്റിൽ കൊണ്ടുവന്ന് നമ്മൾ ഒട്ടിക്കുന്ന സ്റ്റെമ്മിന് പറയുന്ന പേരാണ് സയൺ. അപ്പോൾ ഇത് തമ്മിൽ മാറിപ്പോവില്ല. സയണും സ്റ്റോക്കും എന്താണെന്ന് ചോദിച്ചാൽ അത് തമ്മിൽ മാറിപ്പോവില്ല. റൂട്ടുള്ള പ്ലാന്റ് ROOT,
അപ്പോൾ സ്റ്റോക്ക് STOCK അവിടെ ഒരു T ഉണ്ട്. അപ്പോൾ റൂട്ടുള്ള പ്ലാന്റ് സ്റ്റോക്കും ആ സ്റ്റെം കൊണ്ടുവന്ന് ഒട്ടിക്കുന്നതിന് സയൺ എന്നും പറയും. SCION സയൺ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കോ. വാട്ട് ആർ ദ സ്റ്റെപ്സ് ഓഫ് ഗ്രാഫ്റ്റിംഗ്? നമ്മളെ ഗ്രാഫ്റ്റിങ്ങിൻ്റെ സ്റ്റെപ്സ് എന്തൊക്കെയാണ് എന്നുള്ളത് നോക്കാം. എങ്ങനെയാണ് ഗ്രാഫ്റ്റിംഗ് ചെയ്യുന്നതെന്നുള്ളത്. ചൂസ് എ മാംഗോ പ്ലാന്റ് ഓഫ് മൂവാണ്ടൻ വെറൈറ്റി ഓഫ് 6 months to 1 year വിത്ത് റൂട്ട് ഇസ് കോൾഡ് റൂട്ട് സ്റ്റോക്ക്. 6 മാസം മുതൽ 6 months to 1 year, അതായത് 6 മാസം മുതൽ 1 വർഷം വരെ പ്രായമുള്ള ഒരു മൂവാണ്ടൻ വെറൈറ്റി, മൂവാണ്ടൻ ഇനത്തിലുള്ള ഒരു മാംഗോ പ്ലാന്റ് നമ്മൾ ചൂസ് ചെയ്യാം. എങ്ങനെയുള്ള മാംഗോ പ്ലാന്റ്? വിത്ത് റൂട്ടോട് കൂടിയ മൂവാണ്ടൻ വെറൈറ്റിയിലുള്ള ഒരു മാംഗോ പ്ലാന്റ്. എത്ര പ്രായമുള്ളതായിരിക്കണം? 6 മാസം മുതൽ 1 വർഷം വരെ പ്രായമുള്ള ഈ ഒരു മാംഗോ പ്ലാന്റ് സെലക്ട് ചെയ്യാം. അതാണ് നമ്മുടെ റൂട്ട് സ്റ്റോക്ക് എന്ന് പറയുന്നത്. നമ്മൾ പറഞ്ഞു റൂട്ടോട് കൂടിയ ആ പ്ലാന്റിനെയാണ് നമ്മൾ റൂട്ട് സ്റ്റോക്ക് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ സ്റ്റോക്ക് എന്ന് പറയുന്നത്. അപ്പോൾ ഈ മൂവാണ്ടൻ വെറൈറ്റിയിലുള്ള മാംഗോ പ്ലാന്റ് ആണ് നമ്മുടെ റൂട്ട് സ്റ്റോക്ക് എന്ന് പറയുന്നത്. അടുത്ത സ്റ്റെപ്പ്, കട്ട് എ സ്റ്റെം ദാറ്റ് ഹാസ് ദ സെയിം സൈസ് ആസ് ദ റൂട്ട് സ്റ്റോക്ക് ഫ്രം എ ഹൈ ഈൽഡിംഗ് ട്രീ ഓഫ് നീലം വെറൈറ്റി. ദിസ് ഈസ് കാൾഡ് സയൺ. ഇനി നമുക്ക് എന്താണ് സയൺ സെലക്ട് ചെയ്യണം. അപ്പോൾ സയൺ എന്ന് പറയുന്നത് നീലം വെറൈറ്റിയിലുള്ള ഒരു മാവിൻ്റെ ആയിരിക്കണം. അതെങ്ങനെയുള്ളതായിരിക്കണം സയൺ? സയൺ എന്ന് പറഞ്ഞാൽ ഒരു സ്റ്റെമ്മാണല്ലോ. അപ്പോൾ കട്ട് എ സ്റ്റെം ദാറ്റ് ഹാസ് ദ സെയിം സൈസ് ആസ് ദ റൂട്ട് സ്റ്റോക്ക്. റൂട്ട് സ്റ്റോക്കിൻ്റെ അതേ സൈസിലുള്ള, അതേ വണ്ണത്തിലൊക്കെ ഉള്ള ഒരു സ്റ്റെം നമ്മൾ കട്ട് ചെയ്തെടുക്കണം. എവിടെ നിന്നാണ് കട്ട് ചെയ്യേണ്ടത്? ഫ്രം എ ഹൈ ഈൽഡിംഗ് ട്രീ ഓഫ് നീലം വെറൈറ്റി. നീലം വെറൈറ്റി അതായത് മാംഗോയുടെ ഒരേ സ്പീഷീസിലുള്ള ചെടികളാണ് നമ്മൾ സെലക്ട് ചെയ്യാനുള്ളത്. അപ്പം മാംഗോയുടെ തന്നെ മറ്റൊരു വെറൈറ്റി, മൂവാണ്ടൻ ഒരു വെറൈറ്റി, മറ്റൊരു വെറൈറ്റിയാണ് നീലം. അപ്പോൾ നീലം എന്ന് പറയുന്നത് ഹൈ ഈൽഡിംഗ് ആണ്, അതായത് നല്ല വിളവ് ലഭിക്കുന്ന ഒരു വെറൈറ്റി മാവാണ് നീലം വെറൈറ്റി എന്ന് പറയുന്നത്. അപ്പോൾ ആ നീലം വെറൈറ്റിയിൽ നിന്ന് നമ്മൾ ഒരു സ്റ്റെംസ് കട്ട് ചെയ്തെടുക്കണം. എങ്ങനെയായിരിക്കണം അത്? റൂട്ട് സ്റ്റോക്കിൻ്റെ അതേ സൈസിലുള്ള ഒരു സ്റ്റെം കട്ട് ചെയ്തെടുക്കാം. എവിടെ നിന്നാണ്? ഫ്രം എ ഹൈ ഈൽഡിംഗ് ട്രീ ഓഫ് നീലം വെറൈറ്റി. നീലം ഇനത്തിൽപ്പെട്ട ഹൈ ഈൽഡിംഗ് നല്ല വിളവ് ലഭിക്കുന്ന ട്രീയിൽ നിന്ന്, മാവിൽ നിന്നാണ് നമ്മൾ ഈ ഒരു സ്റ്റെം സെലക്ട് ചെയ്യേണ്ടത്. അപ്പോൾ ദിസ് ഈസ് കോൾഡ് സയൺ. ഇതാണ് നമ്മുടെ സയൺ എന്ന് പറയുന്നത്. അപ്പോൾ മൂവാണ്ടൻ, റൂട്ടോട് കൂടിയ മൂവാണ്ടൻ മാവ് നമ്മുടെ സ്റ്റോക്കും, പിന്നെ ഒരു സ്റ്റെം നമ്മൾ എടുക്കുന്നു. ഏതിൽ നിന്നാണ്? നീലം വെറൈറ്റിയിൽ നിന്ന്. അത് നമ്മുടെ സയണം. മനസ്സിലായല്ലോ? സ്റ്റോക്കും സയണും എന്താണെന്നുള്ളത് നമ്മൾ എടുക്കുന്നത്. ഇനി ഈ സയൺ എങ്ങനെയുള്ളതായിരിക്കണം എന്നാണ് പറഞ്ഞിട്ടുള്ളത്. എ സ്റ്റെം വിച്ച് ഹാസ് ന്യൂലി ഫോംഡ് ബഡ്സ് ഷുഡ് ബി സെലക്റ്റഡ് ആ സയൺ. ആ സയണായിട്ട് നമ്മൾ സെലക്ട് ചെയ്യുന്ന സ്റ്റെം എന്ന് പറയുന്നത് എന്തുണ്ടായിരിക്കണം? അതിൽ ബഡ്സ് ഉണ്ടായിരിക്കണം, മുകുളങ്ങൾ ഉണ്ടായിരിക്കണം. ബഡ്സ് എങ്ങനെയുള്ള ബഡ്സ്? ന്യൂലി ഫോംഡ്, പുതുതായിട്ട് ആ മുകുളങ്ങളൊക്കെ ഉള്ള സ്റ്റെമ്മായിരിക്കണം നമ്മൾ സയണായിട്ട് സെലക്ട് ചെയ്യേണ്ടത്. അതാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. എ സ്റ്റെം വിച്ച് ഹാസ്, ആ സ്റ്റെമ്മിന് എന്തുണ്ടായിരിക്കണം? വിച്ച് ഹാസ് ന്യൂലി ഫോംഡ് ബഡ്സ്, പുതുതായിട്ട് ഫോം ചെയ്ത അല്ലെങ്കിൽ ഉണ്ടായ ബഡ്സ് ഉണ്ടായിരിക്കണം. ഷുഡ് ബി സെലക്റ്റഡ് ആ സൺ. അങ്ങനെയുള്ള സ്റ്റെമ്മിനെയാണ് നമ്മൾ എന്തായിട്ട് സെലക്ട് ചെയ്യേണ്ടത്? സയണായിട്ട് സെലക്ട് ചെയ്യേണ്ടത്. അപ്പോൾ അങ്ങനെയുള്ള സയൺ കൊണ്ടുവന്ന് വയ്ക്കുമ്പോൾ ആ മാവ് വളർന്ന് അതിൽ നിന്ന് നമുക്ക് ലഭിക്കുന്ന മാങ്ങ ഏത് വെറൈറ്റി ആയിരിക്കും? മൂവാണ്ടൻ വെറൈറ്റി ആയിരിക്കോ നീലം വെറൈറ്റി ആയിരിക്കോ? നീലം വെറൈറ്റിയിലുള്ള മാങ്ങ ആയിരിക്കും നമുക്ക് കിട്ടുന്നത്, അല്ലേ? അപ്പോൾ നമ്മൾ സ്റ്റോക്ക് സെലക്ട് ചെയ്തു, സയൺ സെലക്ട് ചെയ്തു. സയൺ എങ്ങനെയുള്ളതാണെന്ന് പറഞ്ഞു. ഇനി നമുക്കിത് ചെയ്യാം. ഗ്രാഫ്റ്റിംഗ് ചെയ്യാൻ പോവാണ്. കട്ട് ദ റൂട്ട് സ്റ്റോക്ക് അറ്റ് 15 centimeter ഫ്രം ദ ബോട്ടം ടു ജോയിൻ ദ സയൺ. സയൺ ജോയിൻ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ ആ സ്റ്റോക്കിൻ്റെ താഴെ ഭാഗത്ത് നിന്ന് 15 centimeter മുകളിൽ വെച്ച് അതിനെ കട്ട് ചെയ്യുക. അപ്പോൾ അതിൻ്റെ താഴെ ഭാഗത്ത് നിന്ന് 15 centimeter മുകളിലോട്ട് അളന്നെടുക്കുക. എന്നിട്ട് അവിടെ വച്ച് എന്ത് ചെയ്യണം? കട്ട് ചെയ്യണം. ഏതാ കട്ട് ചെയ്യാനുള്ളത്? സ്റ്റോക്കിൻ്റെ മുകൾ ഭാഗം കട്ട് ചെയ്യുക. എന്തിനാണ് അങ്ങനെ കട്ട് ചെയ്യുന്നത്? ടു ജോയിൻ ദ സയൺ ജോയിൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ കട്ട് ചെയ്യുന്നത്. ഓക്കെ, then make a 4 centimeter deep cut along the center of this root stock using a knife. ഈ സ്റ്റോക്കിൻ്റെ സെൻറ്ററിൽ നിന്ന് താഴേക്ക് ഡീപ്പിൽ, അതായത് ആഴത്തിൽ 4 centimeter നീളത്തിൽ ഒരു മുറിവുണ്ടാക്കണം. നമ്മുടെ കട്ട് ചെയ്ത് വെച്ചേക്കുന്ന ആ സ്റ്റോക്കിൻ്റെ മുകൾ ഭാഗത്ത് ആ സെൻറ്ററിൽ നിന്ന് താഴേക്ക് 4 centimeter ആഴത്തിൽ ഒരു മുറിവുണ്ടാക്കണം. എന്ത് വെച്ചിട്ട്? യൂസിങ് എ നൈഫ്, ഒരു നൈഫ് വെച്ചിട്ട്. മേക്ക് എ 4 centimeter ഡീപ്പ്, ഒരു 4 centimeter ഡീപ്പ് ആഴത്തിൽ കട്ട് ചെയ്യണം. ഓക്കെ, എലോങ് ദ സെൻറ്റർ ഓഫ് ദിസ് റൂട്ട് സ്റ്റോക്ക്. ഈ റൂട്ട് സ്റ്റോക്കിൻ്റെ സെൻറ്ററിൽ കൂടി താഴേക്ക് കട്ട് ചെയ്യണം 4 centimeter ആഴത്തിൽ. മനസ്സിലായല്ലോ? യൂസിങ് എ നൈഫ്, എന്ത് വെച്ചിട്ട്? ഒരു നൈഫ് വെച്ചിട്ട്. എന്നിട്ട് എന്താ ചെയ്യുന്നത്? മേക്ക് ടാപ്പേർഡ് കട്ട്സ്
ഓൺ ബോത്ത് സൈഡ്സ് അറ്റ് ദ ബോട്ടം ഓഫ് ദി സയൻ. അപ്പോൾ ഈ സയണിൻ്റെ അടിഭാഗത്ത്, ബോട്ടം ഓഫ് ദി സയണിൻ്റെ അടിഭാഗത്ത് മേക്ക് ടാപ്പേർഡ് കട്ട്സ്. ടാപ്പേർഡ് കട്ട്സ് എന്ന് വെച്ചാൽ ചരിച്ചിങ്ങനെ മുറിക്കുന്നതിനെയാണ് ടാപ്പേർഡ് കട്ട്സ് എന്ന് പറഞ്ഞാൽ. നിങ്ങളുടെ ടെക്സ്റ്റിൽ ഫിഗർ ഉണ്ട്, അത് നോക്കിയാൽ നിങ്ങൾക്ക് കുറച്ചുകൂടെ സയൺ എങ്ങനെയാണ് മുറിച്ചേക്കണേന്ന് നോക്കിയാൽ അത് കണ്ടപ്പോൾ നിങ്ങൾക്ക് കുറച്ചുകൂടെ മനസ്സിലാവും. അപ്പോൾ മേക്ക് ടാപ്പേർഡ് കട്ട്സ് എന്ന് വെച്ചാൽ ചരിച്ച് മുറിക്കണം. എവിടെയൊക്കെ? ഓൺ ബോത്ത് സൈഡ്സ്, രണ്ട് സൈഡിലും. സയണിൻ്റെ താഴെ ഭാഗം, ബോട്ടം ഓഫ് ദി സയണിൻ്റെ ബോത്ത് സൈഡ്സ്, രണ്ട് സൈഡിലും ടാപ്പേർഡ് കട്ട്സ്. ടാപ്പേർഡ് എന്ന് വെച്ചാൽ ചരിച്ച് കട്ട് ചെയ്യുക. ഇനി എന്താ ചെയ്യേണ്ടത്? ഇൻസേർട്ട് ദ സയൺ ഇൻ ടു ദ ഗ്യാപ്പ് മെയ്ഡ് ഇൻ ദ റൂട്ട് സ്റ്റോക്ക്. റൂട്ട് സ്റ്റോക്കിൽ നമ്മളൊരു ഗ്യാപ്പ് ഉണ്ടാക്കിയില്ലേ, ഒരു ആഴത്തിൽ 4 സെൻറ്റിമീറ്റർ ആഴത്തിൽ ഒരു മുറിവുണ്ടാക്കിയില്ലേ, അതിലേക്ക് ഈ സയണിനെ ഇൻസേർട്ട് ചെയ്യുക, അകത്തോട്ട് കയറ്റി വയ്ക്കുക, തിരികെ വയ്ക്കുക. ആൻഡ് ബൈൻഡ് ഇറ്റ് വിത്ത് എ പോളിത്തീൻ ടേപ്പ്. എന്നിട്ട് അതിന് പോളിത്തീൻ ടേപ്പ് വെച്ചിട്ട് മുറുക്കി ബൈൻഡ് ചെയ്യുക, അല്ലെങ്കിൽ നല്ലോണം ചുറ്റി കെട്ടുക. വൺസ് ദ സയൺ ഗെറ്റ്സ് ജോയിൻഡ്, ഈ സയൺ അതിൻ്റെ അകത്ത് ജോയിൻ ചെയ്യുന്ന സമയത്ത്, എവിടെ ജോയിൻഡ്? വിത്ത് ദ സ്റ്റോക്ക്. സയൺ സ്റ്റോക്കുമായിട്ട് ജോയിൻ ചെയ്യുന്ന സമയത്ത് ആൻഡ് ബിഗിൻസ് ടു ഗ്രോ, അത് ഗ്രോ ചെയ്യാൻ തുടങ്ങുന്നു, വളരാൻ തുടങ്ങുന്നു. ദ സാപ്ലിങ്സ് ക്യാൻ ബി റീപ്ലാന്റഡ് അറ്റ് എ മോർ കൺവീനിയൻറ്റ് പ്ലേസ്. നമുക്ക് കൺവീനിയൻ്റ് ആയിട്ടുള്ള പ്ലേസിലോട്ട് ഇനി നമുക്കിതിനെ റീപ്ലാന്റ് ചെയ്യാം, അല്ലെങ്കിൽ മാറ്റി നടാം. ചെടിച്ചട്ടിയിൽ വെച്ചിട്ടായിരിക്കും നമ്മൾ ഈ പരിപാടിയൊക്കെ ചെയ്യുന്നത്. അപ്പോൾ അതിനെ മാറ്റി വേറെ സോയിലിൽ ഡയറക്റ്റായിട്ട് നമുക്ക് നട്ട് വളർത്തി എടുത്ത് അതിൽ നിന്നുള്ള മാങ്ങ പറിച്ച് കഴിക്കാം. ഓക്കെ, ഇങ്ങനെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഗ്രാഫ്റ്റിംഗ് എന്ന് പറയുന്ന മെത്തേഡ് ചെയ്യുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയോ. വാട്ട് ആർ ദ അഡ്വാൻറ്റേജസ് ഓഫ് പ്രൊഡ്യൂസിങ് സാപ്ലിങ്സ് ത്രൂ ഗ്രാഫ്റ്റിംഗ്? ഗ്രാഫ്റ്റിംഗ് വഴി നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യുന്ന തൈച്ചെടികൾക്ക് എന്തൊക്കെ അഡ്വാൻറ്റേജസ്, എന്തൊക്കെ ഗുണങ്ങളാണുള്ളതെന്ന്. ഇയർലി ഫ്ലവറിങ് ആൻഡ് ഫ്രൂട്ടിങ്. ഫ്ലവറിങ്, പുഷ്പിക്കൽ, ഫ്രൂട്ടിങ്, കായ്ഫലം നൽകുന്നതൊക്കെ വളരെ നേരത്തെ ആയിരിക്കും. പിന്നെ ഗ്രോസ് വെൽ ഇൻ അവർ സോയിൽ, നമ്മുടെ സോയിലിൽ നന്നായിട്ട് വളരും. ഗ്രോസ് വെൽ ഇൻ അവർ സോയിൽ. അടുത്തത് നീഡ് സ്പെഷ്യൽ കെയർ. സ്പെഷ്യൽ കെയർ എന്തായാലും ഇതിനും ആവശ്യമാണ് കേട്ടോ. ഏതിനെ പോലെ നമ്മുടെ ലെയറിങ്ങിലും സ്പെഷ്യൽ കെയർ കൊടുക്കണമായിരുന്നു, ഇവിടെയും സ്പെഷ്യൽ കെയർ കൊടുക്കണം. പിന്നെ ക്വാളിറ്റി ഫ്രൂട്ട്സ്, നല്ല ഗുണമേന്മയുള്ള ഫ്രൂട്ട്സ് നമുക്ക് ലഭ്യമാകും. അപ്പോൾ ഇതിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ് ലെയറിങ്ങിലും പറഞ്ഞേക്കുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ. വാട്ട് ഈസ് ദ റീസൺ ഫോർ ഇയർലി ഫ്ലവറിങ് ആൻഡ് ഫ്രൂട്ടിങ് ഓഫ് മാംഗോ സാപ്ലിങ്സ് പ്രൊഡ്യൂസ്ഡ് ത്രൂ ഗ്രാഫ്റ്റിംഗ്? ഗ്രാഫ്റ്റിംഗ് വഴി പ്രൊഡ്യൂസ് ചെയ്യുന്ന സാപ്ലിങ്സ്, തൈകളിൽ പെട്ടെന്ന് തന്നെ ഫ്രൂട്ടിങ്ങും ഫ്ലവറിങ്ങും ഒക്കെ നടക്കുന്നു. അതായത് പെട്ടെന്ന് തന്നെ നമുക്ക് കായ്ഫലം ലഭിക്കുന്നു, പിന്നെ ഫ്ലവർ ആണെങ്കിൽ ഫ്ലവർ നമുക്ക് ലഭിക്കുന്നു. അതിനുള്ള കാരണം എന്തെന്നാണ് ചോദിച്ചേക്കുന്നത്. എന്തായിരിക്കും അതിനുള്ള കാരണം? ആൻസർ, മെച്ചോർഡ് സ്റ്റെം ഈസ് സെലക്റ്റഡ് ആ സയൺ. ഇവിടെ നമ്മൾ സയണായിട്ട് സെലക്ട് ചെയ്യുന്നത് മെച്ചോർഡ് സ്റ്റെം, അതായത് നല്ല മൂപ്പെത്തിയ സ്റ്റെം ആയിരിക്കും, കാണ്ഡമായിരിക്കും നമ്മൾ സെലക്ട് ചെയ്യുന്നത് സയണായിട്ട്. അതുകൊണ്ടാണ് നമുക്ക് പെട്ടെന്ന് തന്നെ ഫ്ലവർ ആണെങ്കിൽ ഫ്ലവർ, ഫ്രൂട്ട് ആണെങ്കിൽ ഫ്രൂട്ട് നമുക്ക് ലഭിക്കുന്നത്. മനസ്സിലായോ? മെച്ചോർഡ് സ്റ്റെമ്മ് നമ്മൾ സയണായിട്ട് യൂസ് ചെയ്യുന്നത് കൊണ്ടാണ് നമുക്ക് പെട്ടെന്ന് തന്നെ ഫ്ലവറിങ്ങും ഫ്രൂട്ടിങ്ങും നടക്കുന്നത്.